വിധവയായ യതീമീങ്ങളായ പ്രിയപ്പെട്ട മക്കളെ പരിചരിക്കലും അവരെ പരിപാലിക്കലും ആ ദൗത്യം എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും ആണിനില്ലാതെ ഒരു പെണ്ണിനും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെയോ എന്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെയും ഏൽപ്പിക്കപ്പെട്ടത് ഒരു പുരുഷനാണ്. ആ പുരുഷനാണ് ഈ ദൗത്യമൊക്കെ ഏൽപ്പിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു പെണ്ണിനും ഈ ദൗത്യത്തെ കുറിച്ച് പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ ഏർപ്പെടേണ്ട, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ട. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുകയാണ്, ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുകയാണ്. റസൂലുള്ള പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയുടെ വിജ്ഞാന സദസ്സിൽ തടിച്ചുകൂടിയ മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലുകും റാഇൻ വ മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവനായി വാദം പറയുന്ന അബ്ദുൽ കരീം ഫൈസി ഉത്തരവാദിത്വമുള്ളവനാ, ഇവിടെ ഉത്തരവാദിത്വമുള്ളവരാ, ഷാഫിക്കാരുടെ ഉത്തരവാദിത്വമുള്ള മനുഷ്യനാ. നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പള്ളി പരിപാലിക്കാത്തതിനെ കുറിച്ച് നാട്ടിൽ ആരെങ്കിലും ഒരു പുരുഷൻ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ചോദിക്കുന്നത് ഈ നാട്ടിലുള്ള ആണുങ്ങളോടാ. ഈ നാട്ടിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരാളാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആണേ നിനക്കാണ് അതിന്റെ ഉത്തരവാദിത്വമെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയായി നാട്ടിലുള്ള പെണ്ണിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വൽ മർഅതു റാഇയാ വ മസ്ഊലത്തുൻ അൻ അഹ്ലി ബൈതി സൗജിഹാ വ വലദിഹി. പെണ്ണിന്റെ ഉത്തരവാദിത്വം എന്തെന്നറിയോ? നാളെ പടച്ചവന്റെ ലോകത്തേക്ക് ആരുടെ മണ്ണാകുന്ന മണ്ണറ കൂടെ നിന്ന് ഇസ്രാഫീലിന്റെ വെളിയാളം കേട്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് സമശിമത്തിലേക്ക് എത്തുന്നു. അല്ലാഹു തആല നീ വെച്ച കാൽപാദമുണ്ടല്ലോ, അല്ലാഹു തആല ചലിപ്പിക്കാൻ അനുവദിക്കില്ല. അല്ലാഹു തആല ഒരുപാട് ചോദ്യങ്ങളെ പുരുഷന്മാരോട് ചോദിക്കുമ്പോ, പെണ്ണേ നിന്നോട് ഈ പള്ളി പരിപാലിക്കാത്തതിനെ കുറിച്ച് ചോദിക്കൂല. പെണ്ണെ നിസ്കാരത്തിനെ കുറിച്ച് മാധ്യമമായി നിന്നോട് ചോദിക്കുന്നതിന് മുമ്പ് പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹു നിന്നോട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? പെണ്ണെ നിന്റെ പ്രിയപ്പെട്ട പൊന്നോമനകളായ മക്കളെ നീ എങ്ങനെ വളർത്തി? നിന്റെ ഭർത്താവിനെ നീ അനുസരിച്ചിട്ടുണ്ടോ? അവനെ ഉൾപ്പെട്ടിട്ടുണ്ടോ? അവനോടൊപ്പം നല്ല രീതിയിലുള്ള ദാമ്പത്യത്തിന് നീ അവിടെ നിന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ എങ്ങനെ പോറ്റി? ഭർത്താവിന്റെ വീട്ടിൽ നീ എങ്ങനെ കഴിഞ്ഞു എന്ന് എന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയുടെ വിജ്ഞാന സദസ്സിലുള്ള പെങ്ങളെ, നിന്നോട് പടച്ചറപ്പ് ചോദിക്കാതെ നീ വെച്ച കാൽപാദം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ അനുവദിക്കൂല എന്ന് ഇന്നേവരെ കള്ളം പറയാത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ പെണ്ണിന് ഇത്ര പവർ. ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയെ, വാപ്പയുമുണ്ട്, അയാൾക്ക് ഉമ്മയുമുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ട ആള് ആരാണ് നബിയെ? റസൂൽ ആദ്യം പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മ. സൂഫിയായാലും സയ്യിദായാലും ലോകം അടക്കി വരിച്ച മനുഷ്യനായാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തേക്ക് എത്തണമെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപാദം സ്പർശിക്കാതെ ഒരാൾക്കും സ്വർഗ്ഗത്തിന് കടക്കാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ പെണ്ണിന് അത്രയും വലിയ സ്ഥാനം കൊടുത്തത്? അത്രയും വലിയ ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് വെറുതെയുമല്ല. പെണ്ണങ്ങനെയാണ്. ലോക ചരിത്രം പരിശോധിച്ചെടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, ഒരു മനുഷ്യന്റെ ഉയരങ്ങളിൽ പ്രവർത്തിച്ചതും പെണ്ണാണ്, ഒരു മനുഷ്യനെ താഴോട്ട് ചവിട്ടിയിരിക്കുന്നതും പെണ്ണാണ്. രാഷ്ട്രീയ മേലാളന്മാരെ അധികാര കസേരയിൽ നിന്ന് താഴോട്ടിറക്കാൻ കഴിവുള്ള പെണ്ണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതനായ മനുഷ്യന്റെ മനസ്സ് ഇളക്കിവിട്ട് പൈശാചിക പാതയേൽപ്പിച്ച് ദുർമന്ത്രവാദങ്ങളെ മുഴക്കിവിട്ട് നരകത്തിന്റെ കടൽക്കെട്ടുകളാക്കി മാറ്റാൻ കഴിവുള്ള പെണ്ണ്. ഈ സമുദായത്തിന്റെ പള്ളിക്കകത്ത് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കായ പതിനായിരക്കണക്കായ യുവകോമളന്മാരെ നഗ്നമേനി കാണിച്ചുകൊണ്ട്, കണ്ണ് കാണിച്ചുകൊണ്ട് നരകത്തിന്റെ കടൽക്കെട്ടുകളാക്കി മാറ്റാൻ കഴിവുള്ള പെണ്ണ്. ഈ നാട്ടിൽ ഒരു യുഗപുരുഷനെ വാർത്തെടുക്കാനും കഴിയുന്നു. ഈ നാട്ടിന്റെ ഏറ്റവും വൃത്തിഹീനതയിലേക്ക് കൂട്ടുകൂട്ടിയ ഒരു തമ്മാടിയെ വാർത്തെടുക്കാൻ ആർക്ക് കഴിയുന്നു? ഒരു പെണ്ണിന്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ 2 ഭാര്യമാരെ ഭാര്യ മോശപ്പെട്ടാൽ എന്താവും? ഒരു ഭാര്യ നന്നായാൽ എന്ത് സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്.
വഖീല ദുഖുലൻ നാറ മഅദ്ദാഖീൻ. എന്താ ഈ ആയത്തിന്റെ വൽഹാസിന്റെ അർത്ഥം? ഒരു വാപ്പ എത്ര വലിയ ആളായാലും, ഒരു ഭർത്താവ് എത്ര നല്ല മനുഷ്യനായാലും, ഉമ്മ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. ആരെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ആയത്ത് പറയുന്നത്? എന്നെ പോലൂത്ത, നിങ്ങളെ പോലൂത്ത സാധാരണക്കാരനായ ഒരു വാപ്പയെ കുറിച്ചല്ല. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ 950 വർഷങ്ങളോളം ഈ ഭൗതിക ലോകത്ത് പ്രബോധനം നടത്തിയ, 1050 വർഷങ്ങളോളം ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം നൽകിയ, ഉലുൽനസ്മുകളിൽപ്പെട്ട താജുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് നന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം എന്തേ? നൂഹ് നബിയുടെ കൂടെ പിറന്ന പെണ്ണാട്, നൂഹ് നബിയുടെ കൂടെ കുടുംബജീവിതം നയിച്ച പെണ്ണാട്. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാലം ആ പ്രവാചകനോടൊപ്പം താമസിച്ചിട്ടും ജീവിച്ചിട്ടും അല്ലാഹുവേ പടച്ചവനെ, ആ പെണ്ണ് നന്നായില്ല, വഴിപിഴച്ചു എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പെണ്ണുണ്ടല്ലോ, തന്റെ പൊന്നുമോനെയും വഴിപിഴപ്പിക്കുകയാണ്. ആരാണ് ആ പൊന്നുമോനെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ബീജത്തിൽ നിന്ന് പിറന്നുപോയ പ്രിയപ്പെട്ട കനാൻ. ഒരു പ്രവാചകന്റെ മോനാണ്, ഒരു പ്രവാചകന്റെ മോനാണ്. എന്നിട്ടും ആ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നൂഹ് നബിയുടെ പൊന്നുമോനെ വഴിപിഴപ്പിക്കുകയാ. എപ്പോഴാണ് മനസ്സിലാവുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം വിശാലമാണ്, ആ ഭാഗത്തോട്ടൊന്നും ഞാൻ കടത്തുന്നില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷങ്ങളോളം സമൂഹത്തിനെ വിജ്ഞാനത്തിന്റെ വെള്ളരിയിലേക്ക് വിളിച്ചപ്പോ, സൽമാതാവിലേക്ക് വിളിച്ചപ്പോ, ഏകദൈവാശിതയ വിശ്വാസത്തിലേക്ക് ആ ഓരോരുത്തരെയും ക്ഷണിച്ചപ്പോ, ഖുർആന് പറഞ്ഞതുപോലെ ഇല്ലാ ഖലീലൻ മിൻഹും, കുറച്ചുപേരെ അവരിൽ നിന്ന് വിശ്വസിച്ചിട്ടുള്ളൂ. കുറച്ചുപേരെ മാത്രം അവരിൽ നിന്ന് വിശുദ്ധമായ ദീൻ വിശ്വസിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവരെ, സഹികെട്ട് മടുത്തുപോയി, സഹികെട്ട് മടുത്തുപോയി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനമായി ദുആ ചെയ്തു, പടച്ചവരെ ഭൂമുഖത്തിൽ ഒരു തുമ്മാടിയും ബാക്കി വെക്കല്ല അല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു കേട്ടപ്പോ, ദൂനി എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകൾഭാഗത്ത് കപ്പൽ നിർമ്മിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ്. വെള്ളം ഉയർന്നു വന്നു, വെള്ളം പൊങ്ങി പൊങ്ങി വന്നപ്പോ എല്ലാവരും ചത്തുപോകുമ്പോ പല ആളുകളും പർവ്വതം ആശ്രയിച്ചുകൊണ്ട് ഓടി വരികയാണ്. പടച്ചവനെ, ഭൂമുഖമായ വെള്ളമാണ്, തൂഫാനാണ്. ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലാശ്രയിച്ചുകൊണ്ട്, പർവ്വതമാശ്രയിച്ചുകൊണ്ട് പലരും ഇങ്ങനെ ഓടി വരുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രംഗം കാണുകയാണ്. ആരാണെന്നറിയോ? സ്വന്തം ദേശത്തിൽ നിന്ന് പിറന്നുപോയ പൊന്നുമോന് കനാൻ. കനാൻ എന്ന് പറയുന്ന പൊന്നുമോന് ഓടി വരുന്നത് കാണുമ്പോ വാപ്പ വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ യാ ബുനയ്യ മാ തുമ്മനാ, യാ ബുനയ്യ തുമ്മനാ, വാടാ പൊന്നുമോനെ, മുങ്ങിച്ചാകല്ലടാ, ചത്തുപോകല്ലടാ, ഒന്ന് കപ്പലിൽ ഒന്ന് കയറി രക്ഷപ്പെടോടാ എന്ന് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകന്റെ പൊന്നുമോനെ പറയുകയാണ്, പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങളെ തമ്മാടിയാണ് വാപ്പാ, നിങ്ങളെ വൃത്തികെട്ടവരാണ് വാപ്പാ, നിങ്ങളെ ദുർമുദ്രവാദക്കാരനാണ് വാപ്പാ, നിങ്ങളെ മോശപ്പെട്ടവരാണ് വാപ്പാ, നിങ്ങളെ തമ്മാടിയാണ് വാപ്പാ. എല്ലാം എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ. അതുകൊണ്ട് പ്രിയപ്പെട്ട വാപ്പാ, ഞാൻ മുങ്ങിച്ചത്താലും പ്രശ്നമല്ല വാപ്പാ, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറുന്ന പ്രശ്നമില്ല വാപ്പാ. സാവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, നിങ്ങളുണ്ടാക്കിയ പർവ്വത കപ്പലുണ്ടല്ലോ, നിങ്ങളുണ്ടാക്കിയത് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്താണ് നിങ്ങൾ കപ്പലുണ്ടാക്കിയത്. ആ പർവ്വതത്തിനേക്കാൾ ഉയരമുള്ള മറ്റൊരു പർവ്വതത്തിലേക്ക് ഞാൻ കയറി രക്ഷപ്പെടാൻ വാപ്പാ എന്ന് പ്രിയപ്പെട്ട പൊന്നുമോനെ പറയുന്ന ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചത് ഒരു ഉമ്മയാണ്, ഒരു ഉമ്മയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭർത്താവ് എത്ര മോശപ്പെട്ട ആളാണെങ്കിലും, ഭർത്താവ് എത്ര വലിയ മോശപ്പെട്ട ആളാണെങ്കിലും
ഒരിക്കലും മക്കളുടെ മുമ്പിൽ ഭർത്താവിന്റെ ഉപ്പയുടെ കുറവ് പറയരുത്. ഒരിക്കലും മക്കളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊച്ചാക്കിയാൽ ആ മക്കള് ജീവിതത്തിൽ ദീനാവരാസത്തിലാണ്. എത്ര വലിയ തമ്മാടിത്തരം ചെയ്ത ഭർത്താവാണെങ്കിലും പ്രിയപ്പെട്ട ഭർത്താവിന് എപ്പോഴും മക്കളുടെ മുമ്പിൽ ഒരു ഹീറോയായി, ഒരു റോൾ മോഡലായി എപ്പോഴും ഇത് കഴിയില്ലല്ലോ. ഭാര്യ ഭർത്താവിനെ ഒരിക്കലും അംഗീകരിച്ചുകൊണ്ട് ചരിത്രമുണ്ടോ? ഒരു മനുഷ്യന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതെന്നറിയോ? അരംഗീകാരം. നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റിക്കാരുടെ സംഘടനക്കാരുടെ അംഗീകാരമല്ല, സർട്ടിഫിക്കറ്റുകളല്ല. വീട്ടിന്റെ അലമാരയിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ തൂക്കിയെടുപ്പെട്ടിരിക്കാം. പക്ഷേ ഭാര്യക്ക് നീ പുല്ലാം. എന്നാലോ നിനക്ക് അംഗീകാരമില്ല. ഒരു മനുഷ്യന് അംഗീകാരം വേണ്ടത് ഇവിടെ ഭാര്യന്റെ അടുത്താണ്. ആ ഭാര്യന്റെ അടുത്ത് ഒരാൾക്ക് അംഗീകാരം കിട്ടിയാൽ ലോകത്തില്ല. പക്ഷെ അത് അംഗീകരിക്കൂല. ഇവിടെ ഒരു സൂഫിയായ മനുഷ്യന്റെ ഒരു കഥ കാണാം. നല്ലൊരു മനുഷ്യനായിരുന്നു, ഹാബിദായ തഖ്വയുള്ള മുത്തഖിയായ മുഖ്ലിസായ ഒരു മനുഷ്യൻ. നല്ലോണം അയാൾ ഇബാദത്ത് ചെയ്യും, സൽക്കർമ്മങ്ങൾ ചെയ്യും. അയാളുടെ ആളുകളെ ദ്വാരപ്പിക്കാനും മന്ത്രിപ്പിക്കാനും പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും പരാതികളും പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹത്തിനടുത്ത് വെച്ച് വരികയാണ്. പക്ഷേ ഭാര്യയ്ക്ക് മാത്രം അയാൾ ഒന്നുമല്ല. ഇത് കുറെ കാലം ഇയാൾക്ക് സഹിച്ച് മടുത്തുപോയി. ഓളെങ്ങനെ അംഗീകരിപ്പിക്കണം, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ ഒരാളാക്കി മാറ്റണം, അതായത് പരിഹാരം. ഇയാളെ ദിവസം സുഖം നിസ്കരിച്ച് ഇങ്ങനെ മനസ്സിൽ തീരുമാനം, ഇന്നെന്തായാലും എന്റെ ഭാര്യയ്ക്ക് ഒരു കറാമത്ത് കാണിക്കുന്നത്, നാട്ടുകാരെല്ലാം അംഗീകരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് വലിയ അംഗീകാരമുണ്ട്. പക്ഷേ ഓരോ മുമ്പിൽ ഞാൻ കൊല്ലല്ലേ, ഇന്ന് ഒരു കറാമത്ത് കാണിക്കണം എന്ന് വിചാരിച്ച് നേരെ അന്നത്തെ സുബഹിക്ക് പള്ളിയിലേക്ക് പോയി. കറാമത്തുള്ള മനുഷ്യനല്ലേ, അയാൾ പള്ളിയിൽ പോയി ദുആനിസ്കരിച്ചിരുന്ന് ഭാര്യ മുറ്റമടിക്കാൻ ആ സമയത്ത് എപ്പോഴും ഒരു 8 മണിയാവുമ്പോൾ ഭാര്യ മുറ്റമടിക്കുന്നുണ്ട്. ഈ തക്കം നോക്കിയിട്ട് അദ്ദേഹം പള്ളിയിൽ നിന്ന് വേറെ പഠിച്ചോനെ, എന്നെ ഒന്ന് നീ ആകാശത്തിലൂടെ ഫ്ലൈറ്റ് പറപ്പിച്ചതുപോലെ പറപ്പിക്കണം. ആരത് പറഞ്ഞ സൂഫിയായ ഇങ്ങോട്ടൊക്കെ സൂഫിയായ മനുഷ്യൻ അല്ലാഹു തആല തലച്ചോറ് സൂഫിയായ മനുഷ്യനല്ലേ, അയാൾക്ക് ഫ്ലൈറ്റ് പോലെ പറക്കാനുള്ള ഒരു അവസരം അല്ലാഹു ഒരുക്കി കൊടുത്തു. അയാൾ ഫ്ലൈറ്റ് പോലെ ഇങ്ങനെ പറന്ന് നേരെ വീട് മുറ്റത്തേക്ക് എത്തുമ്പോ ഭാര്യ ഇങ്ങനെ അടിച്ചു വരുന്നു. മാഷാ അല്ലാഹ്, ഭാര്യ കാണാൻ മനസ്സിലാവുന്നില്ല. ഒരാളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഫ്ലൈറ്റ് പറഞ്ഞതുപോലെ ആകാശത്തിൽ ഇങ്ങനെ തന്റെ അടിക്കാട്ടമടിക്കുന്ന മുഖഭാഗത്തു നിന്ന് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. ഇയാളത്തിൽ വരെ ഗ്രാമത്തിന്റെ ഒരു മഹാൻ ലോകത്തില്ലാന്ന് ഈ ഭാര്യ തീരുമാനിച്ചു. ഭർത്താവും പെണ്ണുകൾക്ക് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവളെല്ലാം ശരിക്കും കണ്ടു മനസ്സിലാക്കിയപ്പോഴും നേരെ പള്ളിയിൽ പോയി. അങ്ങനെ നേരെ വീട്ടിലേക്ക് ആ പോയി രൂപത്തിൽ തന്നെ വന്നു. ഭാര്യ ചായ എടുത്തു വെച്ചു. ഭാര്യ പറഞ്ഞു, എനിക്കൊരു സംഭവം എന്താ അറിയില്ല, ഇന്ന് ഞാൻ അടിക്കാട്ടം അടിക്കുന്നുണ്ടല്ലോ, മുറ്റം അടിക്കുന്ന സമയത്ത് ഏതോ ഒരു സൂഫിയായ മഹാനായ ഒരു മനുഷ്യനുണ്ടല്ലോ, എന്റെ തലഭാഗത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കാണ്, ഫ്ലൈറ്റ് പറഞ്ഞതുപോലെ പറക്കാണ്. അതെയാ, നീ കണ്ടോ? അംഗീകരിച്ച അയാളെ പോലത്തെ ഒരു ആബിദായ സൂഫിയായ ലോകത്തിന്റെ ഒരു വിരാജത്തിന്റെ പദവിയിലേക്ക് എത്തിയ ആളാണ് നല്ല മനുഷ്യനാണ്. അപ്പൊ ഭർത്താവ്, മോളെ ആ പറഞ്ഞത് ഞാനാണ്, നിന്റെ ഭർത്താവായ ഞാൻ, അപ്പൊ എന്നെ നീ അംഗീകരിച്ചില്ലേ? അപ്പോ ഈ പെണ്ണ് പറഞ്ഞെന്നറിയോ, നിങ്ങളാ? ഞാനെപ്പോഴേ വിചാരിച്ചിന് വേറെ ആളാണെങ്കിൽ നേരെ കൈക്കാല് നീട്ടിട്ട് ഇങ്ങനെ പുറപ്പെട്ട് നിങ്ങളായതുകൊണ്ട് കാലിങ്ങനെ മടക്കിയിട്ടുണ്ട്. അംഗീകരിക്കില്ല. ഭാര്യമാർ അംഗീകരിക്കുന്നവർ ഒരിക്കലും ഭർത്താവിനെ അംഗീകരിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു അംഗീകാരം ഭർത്താവിന് കൊടുക്കണം. ആ കുടുംബം നന്നായിരിക്കണം, ഒരു സംശയമില്ല. ഈ അടുത്ത കാലത്ത് സിനിമാ നടന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അയാൾ പറയാണ്, എനിക്ക് 78 വയസ്സായി, എന്റെ മകനിക്ക് 52 വയസ്സാണ്. എന്നാൽ ഈ 52 വയസ്സുള്ള 50 വയസ്സുള്ള 46 വയസ്സുള്ള എന്റെ 3 മക്കൾ പോലും എന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പോലും അവർക്ക് പേടിയാണ്, ഭയമാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു,
ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ പറയാനുണ്ട്, ഞാൻ വലിയ കമ്മാടിയായിരുന്നു, വലിയ മോശക്കാരനായിരുന്നു. എന്റെ 97% തിന്മകളെയും മോശത്തരങ്ങളെയും മറച്ചു വെച്ച് എന്റെ ഒരു 3% നന്മകൾ മാത്രം വലിയ പർവ്വതീകരിച്ചു മക്കളുടെ മുമ്പിൽ ഭാര്യ അവതരിപ്പിച്ചപ്പോ എന്റെ മക്കളിൽ നിന്ന് നന്നാമത്തെ മക്കള് ആലോചിക്കുക. മോനെന്തെങ്കിലും ഒരു അശ്ലീലം കണ്ടാൽ ഇന്ന് കൊണ്ട് പെണ്ണുങ്ങളെടുത്ത് ചോദിക്കില്ലേ, നോക്കിയാൽ എന്താ പ്രശ്നം? മോനൊരു വിസ്താരം വെച്ച് പിടിക്കപ്പെട്ടാൽ ഉമ്മ പറയാൻ കൊണ്ട് കഞ്ചാവ് അടിച്ചിട്ടില്ലേ, അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞാനൊന്നും എന്റെ മോനെ മാത്രം നിങ്ങൾ ആക്ഷേപിക്കുക. എനിക്ക് പറയാം, ഭാര്യ പെണ്ണായിരിക്കണം. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും ഉത്തമമായ പെണ്ണേതാണ്. ഇദാ നദർത ഇലൈഹാ സറതുക. വീട്ടിലേക്ക് കയറിയാൽ തന്നെ നിന്റെ ടെൻഷൻ പോകും. പകല് ടെൻഷൻ അങ്ങോട്ട് മാറും. എത്ര ആൾക്ക് ടെൻഷൻ മാറുന്നുണ്ട്? ഒരക്ക് കയറിയാൽ ഇതിന്റെ ടെൻഷൻ മാറുന്നുണ്ടാണ്. ഇരാന്ന് കൂടുതൽ അതെ പോകാതിരുന്നല്ലേ, പോകാതിരുന്നാൽ മതി. ഞാൻ മുമ്പ് കുട്ടത്തോടെ ജോലി ചെയ്യുമ്പോൾ അവിടെ വലിയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങളെ ഭാഗ്യല്ലേ, എന്താ ഞങ്ങൾ മാസത്തിലെ കുറച്ച് ദിവസം പോയിരിക്കുന്നത്, നിങ്ങൾക്കോട് ഭാര്യയുടെ കൂടെ അല്ലേ, ഉസ്താദ് നിങ്ങൾക്ക് അറിയാതെ സംഭവം, ഇനി 1 മാസം ലീവ് എടുത്തിട്ട് പറയും അപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു. പക്ഷെ അങ്ങനെയായിരുന്നില്ല മുത്തു റസൂലുള്ളാഹി ഓടി വന്നത് ആദ്യം പ്രിയപ്പെട്ട സഹോദരനെ ഖദീജയുടെ അടുത്താണ്. ആ ഖദീജയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ കൊണ്ട് പുതപ്പിട്ട് ഖദീജ. എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോ, പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, സങ്കടങ്ങൾ നേരിടുമ്പോ, ഭർത്താവിന്റെ ബിസിനസ് തകർന്നു പോകുമ്പോ, കച്ചവടം ഒഴിഞ്ഞു പോകുമ്പോ കുറ്റപ്പെടുത്തലിന്റെ പോലെ ഭർത്താവിനെ ഒരിക്കലും പുച്ഛിക്കാനുള്ളവനല്ല. ഭർത്താക്കന്മാർ അങ്ങനെയായിരിക്കണം. പെണ്ണുങ്ങൾ കൂടുതൽ ആക്ഷേപിക്കാനുള്ള കാരണം നമ്മളിങ്ങനെ പുതിയ പോലെ വരുമ്പോൾ ചാടി വീഴുകയാണ്, എല്ലാത്തിനും കുറ്റം കുറവ് പറയാണ്, കുറ്റപ്പെടുത്തിക്കാണ്, ആക്ഷേപിക്കാണ്. അപ്പൊ ഇങ്ങനെ അവർ ഒരു കെട്ട് പൊട്ടിക്കാൻ തുടങ്ങും. ഇത് മക്കളുടെ മുമ്പിലാകുമ്പോ വലിയൊരു സംഭവമാണ്. അപ്പൊ നിങ്ങളുടെ മക്കളെ നന്നാവാനുള്ള ഒന്നാമത്തെ മാർഗം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചെയ്യേണ്ട പണി, മക്കളുടെ മുമ്പിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ നന്മകളെ പർവ്വതീകരിച്ചു കൊടുക്കണം. വാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാമായിരിക്കണം. ചെയ്യട്ടെ, നല്ല ഉമ്മയായിരിക്കണം. ഉമ്മാന്റെ മടിത്തട്ടാണ് ആദ്യത്തെ പാഠശാല എന്ന് പറഞ്ഞൊരർത്ഥം. അവിടെ ABCD പഠിപ്പിക്കണമെന്നല്ല, അലിഫ്ബാ പഠിപ്പിക്കണമെന്നല്ല, ഒരുപാട് ഗ്രാമറുകൾ മക്കളെ പഠിപ്പിക്കണം, കമ്പ്യൂട്ടർ പഠിപ്പിക്കണമെന്നല്ല. ആ മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. സംസ്കാരത്തിന്റെ കാൽച്ചുവടുകൾ വെച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെയാള് അത് തുടങ്ങേണ്ടത് ഉപ്പയിൽ നിന്നായിരിക്കണം. ഒരു പെണ്ണ് അതാണ് പെണ്ണായിരിക്കും. അങ്ങനെയുള്ള ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന മക്കളെ ഭാവിയുടെ നല്ല വക്താക്കളായി നാട്ടിൽ മാറാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. നല്ല ഭൂമിയിൽ നിന്നേ നല്ല സസ്യങ്ങൾ മാത്രമുള്ളൂ. അതുപോലെയാണ് നല്ല മടിത്തട്ടിൽ നിന്നേ നല്ല മക്കൾ വളരുള്ളൂ. അല്ലാഹുവിന്റെ ഭാര്യമാരെ സ്വാഗതം. ഒരു മോചനമില്ല ഉമ്മയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. മോശപ്പെട്ട ഉമ്മയെ പറഞ്ഞതുപോലെ നല്ല ഉമ്മയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ആരാണ് നല്ല ഉമ്മയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഫലമ്മാ ബലഗ മഅസയ ഖാല യാ ബുനയ്യ യറാ ഫിൽ മനാം അന്നി യദ്ബുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി കൈഫ തജിദുനി മാ തുഅ്മർ ഖാല ബികുൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഫലസ്തീനിന്റെ മണൽത്തരികളിൽ നിന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു പോയ പൊളിഞ്ഞു പോയ കരവാലയത്തിന്റെ ചാരത്ത് വന്ന് താമസിച്ചു പോയ ഒരു പ്രിയപ്പെട്ട വാപ്പയും ഭാര്യയും
പ്രിയപ്പെട്ട മകനെ കുറിച്ചാണ് പറയുന്നത്. ഫലസ്തീനിൽ നിന്ന് വന്നു 4000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് മക്കയിൽ കുടഞ്ഞിടിഞ്ഞു വീണുപോയ കഅബാലയമായിരുന്നു ഒന്നുമില്ല. ഇന്ന് മക്കത്തേക്ക് പോയവർക്കറിയാം, വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തും മക്കാസിൽ വെച്ച് തവാഫ് ചെയ്യാൻ പോലും പറ്റാത്തവർ. എത്രയോ തവണ ഉംറയ്ക്ക് പോയി പരിശുദ്ധമായ ഹജറുൽ അസ്വദ് പോലും ചുംബിക്കാൻ അവസരം കിട്ടാത്തവർ. എന്ത് അത്രയും ജനനിബിഡമാണ്, അത്രയും തിക്കും തിരക്കും. പക്ഷേ 4000 വർഷങ്ങൾക്ക് മുമ്പ് ആരുമില്ല. എപ്പോഴെങ്കിലും ഒരു യാത്രാ സംഘം ഇങ്ങനെ കടന്നു വരും. ആ യാത്രാ സംഘം കണ്ട് പ്രിയപ്പെട്ട ഭാര്യയും ഇസ്മായിലും കഴിയാമല്ലാതെ ഒരു മനുഷ്യരും അവിടെ ഇല്ല. ആ കഅബാലയത്തിന്റെ ചാരത്ത് ഭാര്യയും ഇറക്കി വിട്ടു, മോനെയും ഇറക്കി വിട്ടു. എന്നിട്ടോ പ്രിയപ്പെട്ട അവിടുത്തെ ഇസ്മായിലിന് പ്രിയപ്പെട്ട ഭാര്യ ആദറിനോട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പോവാണ്, ഇടക്ക് അള്ളാഹുവിന്റെ അടുത്ത് പോവാം. അള്ളാഹുവിന്റെ അടുത്ത് പോകും. എപ്പോ നിങ്ങൾ വരുന്നു നോക്കാം. ربنا أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. പടച്ച റബ്ബേ, എന്റെ ഭാര്യയും എന്റെ പൊന്നോമൻ ഇസ്മായിലിനെ ഞാൻ താമസിപ്പിക്കുകയാണ് റബ്ബേ. ഒളിഞ്ഞിടിഞ്ഞു വീണുപോയ കഅബാലയത്തിന്റെ ചാരത്ത് താമസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവേ ഇബ്രാഹിം നബി യാത്ര പറയുകയാണ്. ആ ഇബ്രാഹിം നബി പൊന്നോനെ കാണാൻ വരുന്നത് എപ്പോഴാണെന്നറിയോ? 6 മാസത്തിലോ വർഷങ്ങളോ ഒരു തവണ വന്ന് കാണുകയാണ്. എപ്പോഴും കാണൂല, എപ്പോഴും പൊന്നുമോനെ സന്ദർശിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞപ്പോ ഖുർആൻ പറയുകയാണ്, എപ്പോഴും വരാത്ത, എപ്പോഴും വരാത്ത മോനെ കാണാത്ത, ഭാര്യയ്ക്ക് വരാത്ത പ്രിയപ്പെട്ട ഇബ്രാഹിം ഉണ്ടല്ലോ, മകന് വാപ്പാന്റെ ശരിക്കും പരിചയം പോലുമില്ല. ആ വാപ്പാന്റെ പരിക്കും കരുവൽ പോലുമില്ലാത്ത, വാപ്പാന്റെ ശരിക്കും പരിചയം പോലുമില്ലാത്ത പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ. ആ പൊന്നുമോനോടാണ് വാപ്പ ഒരു ദിവസം വന്ന് ചോദിക്കുന്നത്, മോനെ ഇന്നീ റാഫിമനാമി അന്നീയത് പൗക്ക് പന്തുറു മാതാത്തറ. നിന്നെ അറക്കണം അള്ളാന്റെ കൽപ്പനയുടെ തീരുമാനമുണ്ട്. നിന്റെ തീരുമാനം എന്താ? നിന്റെ അഭിപ്രായം എന്താ? അള്ളാന്റെ തീരുമാനമാണ് നിന്നെ അറക്കണം, അള്ളാന്റെ കൽപ്പനയാണ് നിന്നെ അറക്കണം. നിന്റെ തീരുമാനം എന്താ? അപ്പൊ മോൻ പറഞ്ഞു, നമ്മളെ മക്കളോട് ചോദിച്ചാലോ, മോനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാനൊരു സ്വപ്നം കണ്ടില്ല, എന്ത്? നിന്നെ അറക്കണം. മോനെന്താ പറയാ? പാപ്പ, ഞാൻ അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച കണ്ടത് നിങ്ങളെ വെടിവെച്ചിട്ട് കൊല്ലണം. നമ്മളെ മക്കൾ പറയലല്ലോ, ഞാനൊരു സ്വപ്നം കണ്ടത് പാപ്പാനെ വെടിവെച്ചിട്ട് കൊല്ലണം, സ്വപ്നം കണ്ടത്. ഇങ്ങനെയാണ് നമ്മളെ അവസ്ഥ. ആ പൊന്നുമോനോട് പ്രിയപ്പെട്ട വാപ്പ വന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഉമ്മ വളർത്തിയ ആ പൊന്നുമോന് പറയുകയാണ്, ഉമ്മാന്റെ പരിചരണത്തിൽപ്പെട്ട, ഉമ്മാന്റെ തണലിൽ വളർന്ന, ഉമ്മാന്റെ പരിപാടിയിൽ വാപ്പ, യാ അബതി ഫൽമാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു കൽപ്പിച്ചത് നിങ്ങൾ നടപ്പിലാക്കണം ബാപ്പാ. പടച്ചവന്റെ കൽപ്പന നിങ്ങൾ നടപ്പിലാക്കണം ബാപ്പാ. ഉമ്മയോട് പറയില്ല ബാപ്പാ. നിന്റെ ഉമ്മ വിഷമിച്ചു പോവും, പ്രയാസപ്പെട്ടു പോവും, സങ്കടപ്പെട്ടു പോവും. ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പല വസിയത്തുകൾ പറഞ്ഞുകൊണ്ട് പതിയും കയറുമായി നടന്നു പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ബിനാപർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് പോകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നാമ്പുറത്ത് ആ പൊന്നുമോനെ നടക്കാൻ ഒരു ചോദ്യോത്തരമില്ലാതെ, വാപ്പയോടൊരു കുത്തി ചോദിക്കലില്ലാതെ ആ പൊന്നുമോനവിടെ പോകാൻ ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചത് ഒരു ഉമ്മയാണ്, ഒരു ഉമ്മയാണ്. എന്തും കഴിയും. എത്രയോ ഉദാഹരണങ്ങൾ കാണാം. മഹാനായ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ധാരാളം മഹാനുഭാവൻ തിങ്കളിൽ വിളങ്ങിയെങ്കും എങ്കിടും പൂമാനേ പുണ്യബഗ്ദാദിൽ മറൈന്ത ഗൗസ് മുഹ്യിദ്ദീനേ സത്യദീനിൽ പൊൻപ്രഭ വീശിയ ശൈഖോരേ എന്നും മാലോകരിൽ തടയായി പ്രഭചൊരിഞ്ഞോരേ സത്യമേദീന്റെ തണല കാട്ടിയ നൂറേ സത്യത്തിന്മേലാണി ദാജ നേടിയെടുത്തോരേ
എന്നോരേ എന്നും ആലോകരിൽ തലയായി പ്രഭചൊരിയും നൂറേ. ഹിദായത്തിന്റെ പരമാവധി ആരാധന കൊണ്ട് മാത്രമല്ല, നന്മ കൊണ്ട് മാത്രമല്ല. ബഗ്ദാദിലേക്ക് പോകുമ്പോ യതീമായ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ആരെ തല പോയാലും കളവ് പറയല്ലടാ, കൊടുത്തിട്ട് 40 ദിർഹം തിന്നിപ്പിടിപ്പിച്ചു. ആ പൊന്നുമോന് പോയി ബഗ്ദാദിലേക്ക്. എവിടെ എത്തി? എല്ലാ ഔലിയാക്കന്മാരുടെ ചുമലിൽ ആ മഹാനുഭാവന്റെ കാൽപ്പാദം. ഇതാർക്ക് കഴിയും? ഈ ചെമ്പരിക്കയിലുള്ള ഒരു ഉമ്മാക്ക് കഴിയും ഇങ്ങനെയുള്ള ഒരു യുഗപുരുഷനെ വാർത്തെടുക്കുക. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, പെണ്ണേ നീ സാധാരണക്കാരിയല്ല. എന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയിലുള്ള ഭർത്താക്കന്മാർ, നിങ്ങളെ ഭാര്യ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിയല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരുപാട് റീൽസുകൾ എടുത്ത്, കപ്പിൾസ് വീഡിയോസുകൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാനുള്ളവളല്ല നിന്റെ ഭാര്യ. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നാട് മുഴുവനും ബീച്ച് മുഴുവനും ചുറ്റിക്കറങ്ങാൻ മാത്രമുള്ളവളല്ല. നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് ജീവിക്കാൻ മാത്രമുള്ളവളല്ല. നീ അടിച്ചമർത്തപ്പെടാനുള്ളവളല്ല. നിന്റെ വീട്ടുവേളക്കാരിയല്ല. നീ കുറ്റപ്പെടുത്തി അടിച്ചമർത്തി ആട്ടി ഓടിക്കപ്പെടാനുള്ളവളല്ല നിന്റെ ഭാര്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയുടെ വീടിന്റെ അകത്തളത്ത് കഴിയുന്ന നിന്റെ ഭാര്യയെ കുറിച്ച് മുത്ത് റസൂലുള്ള പറഞ്ഞാണ്, അദ്ദുനിയാ കുല്ലുഹാ മതാ. ഈ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ്. ഈ പ്രസംഗിക്കുന്ന അബ്ദുൽ കരീം ഫൈദിയുണ്ടല്ലോ, പടച്ചവന്റെ നിരീക്ഷണത്തിലേക്ക് നോക്കുന്ന ഒരു ചരക്കാണ്. ഈ സദസ്സിലിരിക്കുന്നവർ, സ്റ്റേജിലിരിക്കുന്നവർ, അത് പണ്ഡിതനാവട്ടെ, ആലിമാവട്ടെ, സൂഫിയാവട്ടെ, സയ്യിദാവട്ടെ, എത്ര വലിയ ഉയരങ്ങളെ കീഴടക്കിയ മനുഷ്യനാവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമ്മളെല്ലാവരും ചരക്കുകളാണ്. പക്ഷേ ഈ ദുനിയാവിന്റെ ഏറ്റവും ഉത്തമമായ ചരക്കേതാണെന്നറിയോ? ഈ ദുനിയാവിന്റെ ഏറ്റവും ഉത്തമമായ ചരക്കിനെ കുറിച്ച് മുത്ത് റസൂലുള്ള പറയുകയാ, അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ. അല്ലാഹുവിനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഇബാദത്ത് ചെയ്യുന്ന, സിനിമ, സീരിയൽ, റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത, നിന്നെ നല്ലതുപോലെ നോക്കുന്ന, നിന്നെ അനുസരിക്കുന്ന, നിന്നെ കടപ്പറയിൽ നിന്റെ സമ്പത്തിലും വഞ്ചിക്കാത്ത, കാമകരോടുകൂടെ ചാറ്റിംഗ് നടത്താത്ത, അന്യപുരുഷനോടുകൂടെ ഫോണിൽ സംസാരിക്കാത്ത, വാട്സാപ്പ് മെസ്സേജ് അയക്കാത്ത, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ നല്ല രീതിയിൽ അനുസരിക്കുന്ന ഒരു പെണ്ണ് ചെമ്പരിക്കയുടെ വീടിന്റെ അകത്തളത്തുണ്ടോ? ആ പെണ്ണിനെ കുറിച്ച് മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ നീ വിജയിച്ചവനാ. അവളാണ് ദുനിയാവിന്റെ ഏറ്റവും വലിയ ചരക്കെന്ന് പറയുമ്പോ ഈ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, മുസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനില്ലാഹി ഖൈറാ. മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ഈമാൻ കിട്ടിയ മനുഷ്യനുണ്ടല്ലോ, ദുനിയാവിൽ ഏറ്റവും വലിയ ഈമാൻ കിട്ടിയതിന്റെ ശേഷമുള്ള ഭാഗ്യവാനാരാണ്? ഓണം ബമ്പറടിച്ചവനല്ല, ലോട്ടറി അടിച്ചവനല്ല, കോടിക്കണക്കായ സമ്പത്തിന്റെ പ്രിയപ്പെട്ടവരെ ഈ ചെമ്പരിക്കയിൽ ഉണ്ടാക്കിയവനല്ല, നാടുനീളം ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയവനല്ല, സാമ്പത്തിക സ്രോതസ്സിന്റെ സോപാനത്തിൽ മുങ്ങിക്കുളിക്കുന്നവനല്ല, ഇന്നലെയുള്ള കൊട്ടാരം പോലത്തെ സ്വർഗത്തിന് ഓർമ്മിപ്പിക്കുന്ന വീടുള്ളവനല്ല. മറിച്ചെന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇസ്ലാമുദ്ദീന്റെ ഖലീഫ പറയുകയാണ്, സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയവനാ. ആ പെണ്ണ് കിട്ടിയവനെ കുറിച്ച് പറയാണ്, നിന്റെ ജീവിതം വിജയിക്കുകയാണ്. സമ്പത്തില്ലെങ്കിൽ വേണ്ട, ചെറ്റപ്പുറയിൽ താമസിച്ചാലും പ്രശ്നമില്ല, മനസ്സിന് സമാധാനം തരുന്ന, വീട്ടിലെത്തിയാൽ സന്തോഷം തരുന്ന, നിന്റെ മക്കളെ പൊന്നുപോലെ വളർത്തുന്ന, നിന്നെ കിടപ്പറയും സമ്പത്തിനും വഞ്ചിക്കാത്ത, നിന്നെ അനുസരിക്കുന്ന, നല്ല കാര്യത്തിൽ എന്ത് പറഞ്ഞാലും നിനക്ക് കൂട്ടുനിൽക്കുന്ന, നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഭാര്യയാണോ നിന്റെ ഭാര്യ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിന്റെ ജീവിതം വിജയമാ, വിജയമാ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ അല്ലാഹു മാറ്റട്ടെ. അങ്ങനെയുള്ള ഭാര്യമാരാക്കി അല്ലാഹു നമ്മുടെ ഭാര്യമാരെ മാറ്റട്ടെ. ഖുർആൻ പറയാണ്, ഒരുപാട് ആള് കേട്ടോ,
സ്വാലിഹത്തായ പെണ്ണിന്റെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ക്വാളിഫിക്കേഷൻ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറയാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. ഭർത്താവ് എന്ത് പറഞ്ഞാലും നല്ല കാര്യം, മോശപ്പെട്ട കാര്യം. 2 ഉമ്മമാരെ കഥ കേട്ടിട്ടില്ലേ? യുദ്ധത്തിന് പോലും ഭർത്താവ് പോയപ്പോ വാപ്പ മരിച്ചപ്പോ യുദ്ധത്തിന് പോയില്ല. ആ കാലത്ത് മാറിപ്പോ പറഞ്ഞാൽ ചിരിക്കും. പിന്നെയോ ഭർത്താവിന്റെ എല്ലാ നല്ല കാര്യങ്ങളിൽ കൂട്ടുനിൽക്കണം. ഭർത്താവിന് പരമാവധി മനസ്സമാധാനം നൽകുന്നപ്പോൾ അതുകൊണ്ടല്ലേ വീട്ടിന് പോലും മസ്കരി എന്ന് പേർ വെച്ചത്. വീടിന് യഥാർത്ഥത്തിൽ അറബിയിൽ പറയുന്ന മസ്കരി എന്ന മസ്കരത്തിന്റെ അർത്ഥം എന്താ? സമാധാനം കിട്ടുന്ന സ്ഥലം. എത്രയോ ടെൻഷനുകൾ, പ്രാരാബ്ദങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വീട്ടിൽ കയറി വരുന്ന ഭർത്താവ് പുഞ്ചിരിയോടുകൂടെ നല്ല വസ്ത്രത്തോടുകൂടെ ആ പ്രിയപ്പെട്ടവന്റെ ഒരു സഹധർമ്മിണിയായി, ഒരു കാമുകിയായി, അവന്റെ കൂട്ടുകാരിയായി, അവന്റെ എല്ലാ നിലക്കുള്ള ഒരു നിർദ്ദേശിയായി ജീവിക്കുന്ന ഒരു ഭാര്യ ഒരാൾക്കുണ്ട്. അനുസരിക്കണം. ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്ന പദ്ധതിയാണോ? നിന്റെ ജീവിതം വിജയത്തിലേക്കാണ് എന്ന് മഹാനായ അനുസരണം എന്ന് പറയുമ്പോ പണ്ട് 2 ഭാര്യ ഭർത്താക്കന്മാരെ കഥ പറഞ്ഞവരാണ്. ഭയങ്കര അനുസരണം. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡിന് വേണ്ടി ചാനൽക്കാരൻ ഒരുപാട് ആളുകൾ അന്വേഷിച്ചു. മാതൃകാ ദമ്പതികൾ ഭർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കുന്നവർ, ഭാര്യ നല്ല നിലക്ക് സേവിക്കുന്ന 2 ഭാര്യ ഭർത്താക്കൾ അന്വേഷിച്ചു. അവസാനം അന്വേഷിച്ചപ്പോ 2 ആരും കിട്ടാനില്ല. 2 ആളെ കിട്ടി. 2 ആൾക്ക് ഒരു അവാർഡ് ദാനത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അവർക്ക് അവാർഡ് നൽകി. അവരോട് ഇന്റർവ്യൂ നടത്താം. മാഷാ അല്ലാഹ്, എന്തോ ഒരു ഭാഗ്യക്കാരാണ് നിങ്ങൾ. അവരോട് ചോദിച്ചു, ജീവിതത്തിൽ നമ്മൾ 2 പേരും പിണങ്ങിയിട്ടില്ല, ഒരു മോശപ്പെട്ട വാക്ക് പറഞ്ഞിട്ടില്ല, ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം? അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു, ഓൾക്ക് വായി വരുന്നില്ല, എനിക്ക് ചെവിട് കേൾക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. രക്ഷപ്പെട്ട അല്ലേ? കുറെ സംസാരിക്കുന്ന പെണ്ണുകൾ കുടുങ്ങി. ചിലർ പറയാൻ എന്നോട് പുറത്ത് സംസാരിക്കും, നീ രക്ഷപ്പെട്ടു. ആൾക്കാരോട് കൂടെ സംസാരിക്കില്ല, എന്നോട് പറയാൻ പറ്റില്ല, നീ മച്ചാവായി. കുറെ സംസാരിക്കുന്നവർ കിട്ടും പോയി അല്ലേ? പണ്ടൊരാള് ഒരു ദുആന് വേണ്ടി കത്തിയതാണ്. ഓളെ നാട് കുറയാൻ ദുആ ചെയ്യണം. ഞാൻ വിചാരിച്ചെന്തോ അസുഖമായിരിക്കും, ആരെ കത്തി ചെയ്യാൻ വേണ്ടിയായിരിക്കും. നോക്കുമ്പോൾ ഭയങ്കര നീളത്തിന്റെ സംസാരം. എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ നന്നാവാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കട്ടെ. ഞാനത് വിശദമായി പറയുന്നില്ല. അല്ലാഹു ഒരു മനുഷ്യനിക്ക് നൽകിയ 2ാമത്തെ അനുഗ്രഹം ഏതാണ്? അല്ലാഹു മനുഷ്യനിക്ക്, എന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയിലുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന 2ാമത്തെ അനുഗ്രഹം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, മക്കളാണ്. മക്കൾ ചെയ്യുന്ന അനാശാസ്യങ്ങളെ കുറിച്ച് ഇന്നത്തെ ഉസ്താദ് പറഞ്ഞു. ആ മക്കളെ നന്നാക്കാനുള്ള ചില മാർഗങ്ങളെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. മക്കളാണ് വലിയ അനുഗ്രഹം. കണ്ണുള്ളവന് കണ്ണിന്റെ വില അറിയില്ല. മക്കളില്ലാത്തവർക്കാണ് മക്കളുടെ വില അറിയുക. ഇതുപോലത്തെ നൂറുകണക്കായ പേരെ സംബന്ധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്ത് അന്തമാൻ നിക്കോബറിലേക്ക് ഒരു വഴതിന് പോയി. 5 ദിവസത്തിന്റെ പരിപാടി കഴിഞ്ഞ് നല്ല സുഭിക്ഷമായ ആഹാരം തന്ന ഒരു വീട്ടിൽ താമസിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പാണക്കാടിന്റെ ഒരു സയ്യിദും എന്റെ കൂടെ ഉണ്ടായിരുന്നു. മനോഹരമായ വീടാണ്. പടച്ചുറത്ത് ബാത്റൂമിൽ പോലും എസിയാണ്. സ്വർഗത്തിന്റെ രമ്യാർമ്മ്യങ്ങളെയും മണിമാളികകളിലും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ വീട്ടിൽ താമസിപ്പിക്കുമ്പോ ആ വീട്ടിൽ ഞങ്ങൾ കഴിയുമ്പോ ഓർമ്മ വന്നു പോയെങ്കിൽ ചെയ്യുമ്പോ അവസാനം അവനോട് ചോദിച്ചു, ഈ 2 പേർക്ക് വേണ്ടി ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ നിന്ന് നിന്റെ ഭാര്യ മക്കളെ നീ മാറ്റി പാർപ്പിച്ചതാണോ? അപ്പോഴാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് പറയുന്ന, ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ 18 വർഷമായി, 1 അല്ല 2 അല്ല 18 വർഷമായി മംഗലം കഴിച്ചിട്ട് ഇതേവരെ ഒരു കുഞ്ഞുകാരെ കാണാൻ അല്ലാഹു എനിക്ക്
എനിക്ക് ഭാഗ്യം തന്നിട്ടില്ല ഉസ്താദ്. നിറകണ്ണുകളോടെ വേദനയോടുകൂടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് പറയുമ്പോ, ഏത് ചെറുപ്പക്കാരനാ സാമ്പത്തികമായി വളരെയേറെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ സംരംഭങ്ങളെ കൊണ്ട്, അല്ലാഹു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് അന്തമാൻ നിക്കോബാർ ദ്വീപിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാകുന്ന അന്തമാൻ നിക്കോബാറിൽ 200 ബസ്സുകളുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും ഒരു കുഞ്ഞുകാരെ കാണാൻ ആ ചെറുപ്പക്കാരൻ അല്ലാഹു അവസരം നൽകാതിരിക്കുമ്പോ, പണമില്ലെങ്കിലെന്ത്, അധികാരമില്ലെങ്കിലെന്ത്, പദവിയില്ലെങ്കിലെന്ത്, ഉടുതുണിക്കും മറുതുണിയില്ലെങ്കിലെന്ത്, കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചാലെന്ത്, ചെറ്റപ്പുരയിൽ താമസിച്ചാലെന്ത്, ഈ ചെമ്പരിക്കയിൽ നിങ്ങൾക്ക് അല്ലാഹു 3-4 മക്കളെ തന്നില്ലേ? 3-4 മക്കളെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ? അത് നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മക്കളെ വെല്ലുന്ന ഒരു അനുഗ്രഹം ലോകത്തിന്. ആര്യ കഴിച്ചാൽ രണ്ടാമത്തെ അനുഗ്രഹം മക്കളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെല്ലാം നമുക്ക് എന്തിനു തന്നു? എന്നോടും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, സ്നേഹം കൊണ്ടല്ല, പ്രേമം കൊണ്ടല്ല. അല്ലാഹു നമുക്ക് മക്കളെ തന്നത് ഒരു ഹദീസിൽ കാണാം. അതിന് വലത് അമാനത്ത്. മക്കളെന്ന് പറഞ്ഞാൽ അത് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം പറയാം. ഈ മൊബൈൽ, ഞാൻ പിടിച്ച ഈ മൊബൈൽ ഞാൻ ഒരാളെ കഴിഞ്ഞ് വാതിലിന്റെ വേദിയിലേക്ക് കയറുമ്പോൾ കൊടുത്തു. എന്നാലോ എങ്ങനെ ഞാൻ ഇയാൾക്ക് മൊബൈൽ കൊടുത്തു. ഇയാൾ കുറച്ച് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റി ഇതിനെ പൊട്ടിച്ചിട്ട് ഞാൻ വേദി വിട്ടറിഞ്ഞു തന്നാൽ ഞാൻ വെച്ചേക്കോ? അല്ലാഹു എങ്ങനെ തന്നു അതുപോലെ തിരിച്ചു കൊടുക്കാൻ. അതുകൊണ്ടല്ലേ മുൻഗാമികളായ മഹത്തുക്കൾ, ഒരു സൂഫിയായ മനുഷ്യന്റെ കഥ കാണാം. ജീവിതത്തിൽ അദ്ദേഹം ചിരിച്ചു ചെയ്യില്ല, മാത്തമില്ല. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു പോയി. 10-16 വയസ്സാകുമ്പോൾ മരിച്ചുപോയി. അയാൾ ചിരിച്ചു. ആരെങ്കിലും മക്കൾ മരിച്ചാൽ ചിരിക്കോ? അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കേണ്ട ഭ്രാന്തുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഭ്രാന്തൊന്നല്ല. 16 വർഷത്തിലാണ് അല്ലാഹു എനിക്ക് തരം ഒരു കരാറുണ്ടായിരുന്നു. എങ്ങനെയാണ് നിനക്ക് ഞാൻ തന്നത് അതുപോലെ തിരിച്ചു തരണം, അതുപോലെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ചെമ്പരിക്കയിലുള്ള വാപ്പയോട് ചോദിക്കട്ടെ, ചെമ്പരിക്കയിലുള്ള ഉമ്മയോട് ചോദിക്കട്ടെ. അല്ലാഹു 3-4 മക്കളെ തന്ന പ്രിയപ്പെട്ട ഉമ്മ, 14 വയസ്സിന്റെ മുമ്പ്, 16 വയസ്സിന്റെ മുമ്പ്, 18 വയസ്സിന്റെ മുമ്പ് ഒരു ലേബർ റൂമിൽ നിന്ന് ഒരു നേഴ്സ് ഉണ്ടല്ലോ, നിന്റെ കയ്യിലെ ഒരു കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. അല്ലാഹുവിനൊരു കരാറുണ്ട് മോളെ, ഞാനിപ്പോഴെങ്ങനെയാണ് തന്നതുപോലെ എനിക്ക് തിരിച്ചു തരണമെന്ന കരാറുണ്ട് മോളെ. അല്ലാഹു തആല 14 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് മക്കളെ തന്നില്ലേ? 16 വയസ്സിന്റെ മുമ്പ് മക്കളെ തന്നില്ലേ? ഇതിനാ 16 വയസ്സുള്ള പൊന്നുമോനെ പടച്ചറപ്പ് തിരിച്ചു ചോദിക്കുകയാണ്. ചെമ്പരിക്കയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട മോളെ, എനിക്ക് ഞാൻ തന്ന അനുഗ്രഹത്തെ തിരിച്ചു താടേ. താടാന്ന പൊന്നുമോനെ തിരിച്ചു താടാ എന്ന് 18 വയസ്സുള്ള പൊന്നുമോനെ ചോദിക്കുമ്പോ, ആ 18 വർഷത്തിന്റെ മുമ്പ് ഒരു ലേബർ റൂമിൽ നിന്ന് ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ നിഷ്കളങ്കതയുടെ നിറകുടത്തോടെ പോലെ തന്ന പിഞ്ചോമയെ, അതുപോലെ ഇതാ 18 വർഷം കഴിഞ്ഞ് പടച്ചവന് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കാൻ കഴിയുന്ന എത്ര പാപ്പന്മാരുണ്ട് സദസ്സിലെ ഈ ചെമ്പരിക്കയുടെ വിജ്ഞാന ഗാലറിയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നത് എന്താണ്? മക്കളെ കുറ്റപ്പെടുത്തുകയാ, മക്കളെ ആക്ഷേപിക്കുകയാ. പ്രിയപ്പെട്ട ഉസ്താദേ, മക്കളെ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, മക്കളെ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല. 7ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസ നിർത്തിയ 14-കാരനായ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, എന്നെ കണ്ടുരുട്ടുകയാണ് ഉസ്താദേ, അടിക്കാൻ വരികയാണ് ഉസ്താദേ, തല്ലാൻ വരികയാണ്. മക്കളെ വരച്ചവരെ വരുത്തണം ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ പറയാണ്, ഉസ്താദേ സങ്കടമാണ്, പ്രയാസമാണ്, മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണേ. ഇന്ന് 1-2 കത്തുകൾ വന്നിരിക്കുകയാണ് ഉസ്താദേ. മക്കളുടെ സ്വഭാവ ദൂഷ്യമാണ്, പെൺമക്കൾ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, ആൺമക്കളെ അനുസരിക്കുന്നില്ല, പാതിരാത്രി വരെ ടെറസിൽ കളിക്കുകയാ, പാതിരാത്രി വരെ എല്ലാ മോശത്തരങ്ങളും ചെയ്ത് കുച്ചിൽ കൂടെ വീടിന്റെ അകത്തളത്തേക്ക് കടന്നു പോകുന്ന പൊന്നുമോന്റെ ലോകത്താ ലഹരിക്കടിമപ്പെട്ടവനാ കഞ്ചാവും മയക്കുമരുന്നും പെണ്ണിന്റെയും അടിമകളായി മോശപ്പെട്ട പ്രവണതകളിൽ
പിടിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ കളിച്ചാ പ്രിയപ്പെട്ട പൊന്നുമോനെ വീട്ടിലേക്ക് വരുന്നത് രാവിലെ 7 മണിക്കാട്. എവിടെ പോയതൊന്നും മതിയില്ല. ആ പൊന്നുമോന്റെ ചലനത്തെ വീക്ഷിക്കുന്നില്ല, ആ പൊന്നുമോനെ ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള സമയവും നമുക്കില്ല. 16 കഴിഞ്ഞ് 17 കഴിഞ്ഞ് പേരിലും മക്കളെ അവിടെ നിന്ന് പോലീസ് പിടിക്കപ്പെടുമ്പോ പരാതി പറഞ്ഞു, ഇനിയാണല്ലേ കളിപ്പാട്ടം പിടിക്കേണ്ട കുഞ്ഞു കൈകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ 12 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നോമന പ്രായപൂർത്തി പോലും ആയിട്ടില്ല, കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല. കളിപ്പാട്ടം പിടിക്കുന്ന കയ്യിലുണ്ടല്ലോ, ആ കയ്യിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിയാകുന്ന 10 വയസ്സുകാരിക്ക് MDM കൊടുത്ത പൊന്നുമോന്റെ ലോകത്താ താമരശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് ആളുകൾ പിരിച്ച് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും സഹിച്ച് മജ്ജ മാറ്റി വെച്ച് 20 ലക്ഷം രൂപ പൊടി പൊടിച്ച പാവപ്പെട്ട ഉമ്മയെ ചവിട്ടിക്കുന്ന മോന്റെ ലോകത്താ ലഹരിക്കടിമപ്പെട്ടു പോയ പലരെയും നമ്മൾ കാണുന്നവരാ, കേൾക്കുന്നവരാ. വാപ്പയ അറുകൊല നടത്തിയവൻ, കുടുംബത്തെ ഇല്ലാതാക്കിയവന്റെ ലോകത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചെമ്പരിക്കയിലുള്ള വാപ്പ പറയാനുള്ളത് മക്കളെ കുറ്റപ്പെടുത്തുകയാണ്, മക്കളെ ആക്ഷേപിക്കുകയാണ്. മക്കളെ പഴയതുപോലെയല്ല ഉസ്താദെ, അനുസരിക്കുന്നില്ല, പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞൊരുപാട് കിംവദന്തികൾ പറയുന്ന വാപ്പ ആരാ? നിങ്ങളുടെ പൊന്നുമക്കളെ പഴപ്പിച്ചതാരാ? അവന്റെ കൂട്ടുകെട്ടല്ല, അവന്റെ നാട്ടുകാരല്ല, അവന്റെ പ്രിയപ്പെട്ടവരല്ല, അവന്റെ അയൽക്കാരല്ല, ഏതെങ്കിലും കാസർഗോഡിലുള്ളവന്റെ കൂട്ടുകാരുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ മുത്തു റസൂലുള്ള പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ. ചെമ്പരിക്കയിലെ വീടിന്റെ അകത്തളത്ത് താമസിക്കുന്ന 16, 18, 20 അതുപോലെ 14 വയസ്സുകാരികളായ 4-5 മക്കളെ വീടിന്റെ അകത്തളത്ത് പോറ്റുന്ന വാപ്പ, ആ മക്കളെ കുറിച്ച് നീ പരാതി പറയുന്നുണ്ടെങ്കിൽ, അവരുടെ പേരിൽ അസംബന്ധങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ആ മക്കളെ കുറിച്ച് 14 കഴിഞ്ഞ് മീശ മുടക്കുന്ന മോനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തല്ല വാപ്പ. കാരണം അവന് ജനിച്ചു വീഴുമ്പോ കള്ളുകുടിയനല്ല, ജനിച്ചു വീഴുമ്പോ പെണ്ണുപിടിയനല്ല, ജനിച്ചു വീഴുമ്പോ മയക്കുമരുന്നിന്റെ അടിമയല്ല, ജനിച്ചു വീഴുമ്പോ അവൻ MDM കഴിച്ചവനല്ല, ജനിച്ചു വീഴുമ്പോ പാതിരാത്രി വരെ ടെറഫിൽ കളിച്ചവനല്ല, ജനിച്ചു വീഴുമ്പോ എല്ലാ തമ്മാടിത്തനങ്ങൾക്കും പൊടി പിടിച്ചവനല്ല. പിന്നെയോ എല്ലാ കുറ്റപ്പെടുത്തലുകളും പരാതികളും മക്കളുടെ തലയിൽ ചുമത്തി രക്ഷപ്പെടാൻ വേണ്ടി കഴിച്ചിലാവാൻ വേണ്ടി നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയിലുള്ളവരെ, അവരെ പിഴപ്പിച്ചത് ആരാ? പിഴപ്പിച്ചത് മുത്തു റസൂലുള്ള തന്റെ നാക്ക് കൊണ്ട് പറയട്ടെ, മാതാപിതാക്കളാകുന്ന നിങ്ങൾ തന്നെയാണ് അവരെ പിഴപ്പിച്ചത്. ആരെയും വിട്ടുപോയി, ആരെ ആക്ഷേപിക്കും? എന്ത് അവരെ വഴിപിഴപ്പിച്ചത് നിങ്ങൾ തന്നെ. മഹാനായ നിമിഷകവി അഹമ്മദ് ഷൗക്കി പറയാൻ, ലോകത്ത് 2 നിലക്കുള്ള യതീമുകളുണ്ട്. ലോകത്ത് 2 നിലക്കുള്ള യതീമുകളുണ്ട്. ഒന്ന് ഉപ്പ മരിച്ച പൊന്നുമോൾ, പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് മൺമറഞ്ഞു പോയാൽ വാപ്പ. ഉമ്മ മരിച്ചാലല്ല, വാപ്പ മരിച്ചാൽ ആ മക്കളെ സാക്ഷാൽ യതീമുകൾ. അവരെ പരിചയിക്കലും, അവരെ തലതടവലും, അവർക്ക് വേണ്ടി ദ്വാരക്കലും, അവരെ ചേർത്ത് പിടിക്കലൊക്കെ വലിയ കൂലിയുള്ള. അതേ സമയത്തോ ഉപ്പയുമുണ്ട്, ഉമ്മയുമുണ്ട്, എന്നിട്ടും മക്കളെ യതീമുകളാണ്. അതൊരു ഭാഗം. ആരെന്നറിയോ? ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത വാപ്പ, വളർത്താൻ അറിയാത്ത ഉമ്മ, മക്കളെ അഴിഞ്ഞാട്ടത്തിലേക്ക് വിടാം. എന്ത് സംഭവിച്ചാലും മനസ്സില്ല, എന്ത് പ്രശ്നം വന്നാലേ ഒരു ശ്രദ്ധിക്കാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. മംഗലാപുരത്തിന്റെ ക്യാമ്പസുകളിലേക്ക് മക്കളെ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നവരുണ്ട്, നാടിന്റെ നാനാദിക്കുകളിലേക്കും പറഞ്ഞയക്കുന്നവരുണ്ട്. പെൺമക്കളെയും ആൺമക്കളെയും പറഞ്ഞേക്കുമ്പോ ഇന്നേ വരെ എന്റെ പൊന്നുമോൾ അവിടെ പോയി പഠിക്കുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് കർണാടകത്തുള്ള അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വളർന്നു. അവിടെ 2 കുട്ടികളെ പിടിക്കപ്പെട്ട്, വൈകുന്നേരമാണ് ഞാൻ പോയത്, പിടിക്കപ്പെട്ട് 2 ആളുകൾ ആ മക്കളെ കൊണ്ടുവന്നു.
ഇതേ കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്നവരാണ്. ആ പെണ്ണ് മക്തബ ധരിച്ചിരിക്കുകയാണ്, പർദ്ദ ധരിച്ചിരിക്കുകയാണ്. ആ ഒരു ചെറുപ്പക്കാരൻ അമുസ്ലിം കൂടിയാണ്. അമുസ്ലിമിന്റെ എന്റെ മോളെ അന്വേഷിച്ച് നോക്കുമ്പോ, വിളിച്ചു ചോദിക്കുമ്പോ ഉപ്പ പറയാണ് എന്റെ മോൾ എന്നെ പോയി പഠിക്കാണ്, മെഡിക്കലിന് പഠിക്കുകയാണ്. വിശ്വാസം ഇവരെ കുറിച്ചാ പറഞ്ഞത്. ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത വാപ്പ, വളർത്താൻ അറിയാത്ത ഉമ്മ, നിങ്ങളുടെ മക്കൾ സാക്ഷാൽ യതീങ്ങളാണ്. നാളെ പടക്കുന്ന ലോകത്ത് നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. ഇന്ന് മക്കൾ എന്ത് തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട, ആക്ഷേപിക്കണ്ട. അവരെ മേലെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തണ്ട. മറിച്ച് അവരെ മോശപ്പെടുത്തിയതും അവരെ ദുർബലരാക്കിയതും അവരെ തിന്മകളിലേക്ക് നയിച്ചതും നിങ്ങൾ തന്നെയാണ്. കാരണം ഇതിന്റെ ചോദ്യം മുഴുവൻ നിങ്ങൾക്കാണ്. അതൊരു ഭാരമാണ്. അല്ലാഹു മക്കളെ തരാൻ പറഞ്ഞാൽ അത് വലിയ ഒരു ഭാരത്തിൽ നിങ്ങൾക്ക്. അതുകൊണ്ട് ആ മക്കളെ വളർത്തുന്നതിൽ ശ്രദ്ധ കാണിക്കാൻ വേണ്ടി മുത്ത് റസൂലുള്ള പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെമ്പരിക്കയിലുള്ള ഉമ്മാ, മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിനക്കുള്ളത് കൊണ്ട് മുത്ത് റസൂലുള്ള പറയുന്ന ഹദീസ് ശ്രദ്ധിച്ചു കേട്ടോ. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലതുക റയ്ഹാൻ. നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് പുഷ്പങ്ങളാണ്. മക്കളെന്ന് പറഞ്ഞാൽ അത് പുഷ്പങ്ങളാണ്. 7 വയസ്സ് വരെ ആ മക്കൾ നിങ്ങളെ മുത്തിമണക്കും. 7 വയസ്സ് വരെ മുത്തിമണക്കാനുള്ള പ്രായമല്ല, അടിക്കാനുള്ള പ്രായമല്ല, ഇടിക്കാനുള്ള പ്രായമല്ല, പാലാട്ട് പാടാനുള്ള പ്രായമാണ്. ആലോലം 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 കുഞ്ഞേ, ആലോലം കേട്ട് നീ ഉറങ്ങണം മോനെ. ആരംഭ പൊന്നുമലേ മുത്തൊളി മധുമൂകരേ, മധുഗീതം പാടിടാം, പാട്ട് കേട്ട് ഉറങ്ങണം പൂങ്കുരിഞ്ഞി പൈതലേ. ധീരരാമരിയാരുടെ ധീരകഥകൾ കേൾക്കണം, ധീരനായി നീ വളരണം ജീവിത പുന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. താരാട്ട് പാടാനുള്ള സമയമാണ്. നീ പാട്ടല്ല പോയി ഇതിന്റെ എന്താ ഈ പാട്ട്? ഇത് ഏത് പാട്ടാണ്? ഈ അടുത്ത കാലത്ത് ഒരു ഉമ്മ, ആ ഉമ്മാന്റെ കുഞ്ഞിക്ക് ഭയങ്കര മസ്ത് തുടങ്ങിയതാണ്. ഭയങ്കര മസ്ത് എന്ന് പറഞ്ഞ മനസ്സിലായ ഇത് പറഞ്ഞാൽ പിടിച്ചെടുത്തില്ല. നമുക്ക് മസ്താണ് ആ കുഞ്ഞിന്. അങ്ങനെ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ചാൽ നേരാനില്ല. അവസാനം ഈ കുഞ്ഞുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ മന്ത്രിച്ച് ആ പണ്ഡിതൻ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തു. എല്ലാം ശരിയാവും. ആ പ്രിയപ്പെട്ട ഉമ്മ കൊണ്ടുവന്നു. പിന്നെയും ആ കുഞ്ഞിന് അതേ കൂട്ട മസ്ത. എന്തായാലും മാറുന്ന അവസ്ഥയില്ല. അങ്ങനെ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ഉമ്മയോട് ചോദിച്ചു, പ്രിയപ്പെട്ട മോളെ, നിന്റെ ഈ കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞ് നീ കിടന്ന് മറ്റേ താരാട്ട് പാടുന്ന സമയത്ത് ഈ കുഞ്ഞിന് മസ്ത് പിടിക്കാനുള്ള കാരണമുണ്ടോ ചോദിക്കാം. നീ പാടിക്കുന്ന പാട്ട് ഏതാണ്? നീ ഏതാണ് പാട്ട് പാടിയിരുന്നത്? മുഹമ്മദിമാലയാണോ, ബദർമാലയാണോ, ലത്തീഫത്തുമാലയാണോ, ഏതെന്നോ? അപ്പോ ഈ ഉമ്മ പറയാൻ, ഞാൻ ഒന്നും പാടിയില്ല. പിന്നെയോ, तू चीज बड़ी है मस्त मस्त हो, चीज बड़ी है मस्त मस्त. ഈ കുഞ്ഞി മസ്ത് 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 കേട്ട് കഴിഞ്ഞ മസ്തായിട്ട് എന്റെ താരാട്ട് പാട്ടുകളൊന്നുമില്ല. ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ 7 വയസ്സ് വരെ മക്കളെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാഹിദു ഔലാദകും സബആ,
7 വയസ്സ് വരെ നിങ്ങൾ കളിക്കേണ്ട സമയമാണ്. കളിക്കൂട്ടിന്റെ സമയമാണ്, മക്കളോടൊപ്പം കളിക്കേണ്ട പ്രായമാണ് 7 വയസ്സ് എന്നുള്ളത്. അവിടെ അടിയില്ല, അവിടെ പരസ്പരം സംഘർഷമില്ല. ചില മാപ്പന്മാരൊക്കെ പറയും, മോന് വയസ്സത്ര 3 അല്ലെങ്കിൽ 4 വയസ്സായി, LKG-യിലേക്ക് പോകുന്ന എന്താ, എന്റെ മോനെന്നെ കണ്ടാൽ പാത്തു നിന്നടന്ന് പാത്തു, നിന്റെ പോലത്തെ തമ്മാടിയായ പാപ്പ ലോകത്തില്ല. ചില അഭിമാനം, നിന്റെ മക്കളിനെ കാണുമ്പോൾ പുറമറക്കുകയാണ്, നീ ആള് ശരിയല്ലാന്നതിന്റെ അർത്ഥം. നിനക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 7 വയസ്സ് വരെ അവരോട് ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, അവർ കളിക്കുന്നവരുടെ കളിക്കൂട്ടുകാരായി മാറണമെന്നാണ് ഒരു കൽപ്പനയില്ല. അവരടിക്കരുത്. പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയാണ്, ആ മക്കളെ ശപിക്കരുത്, അടിക്കരുത്. അടിയില്ലാത്ത പ്രായമാണ് 7 വയസ്സ് വരെ. വിശുദ്ധമായ ദീൻ ഏറ്റവും കൂടുതൽ കർശനം പുലർത്തിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങളിൽ ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. ആ വിശുദ്ധമായ നിസ്കാരത്തിനെ കുറിച്ചാണ് നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യുന്നത്. ആ നിസ്കാരം നിസ്കരിക്കാത്തവർ കുഞ്ഞിനെ തല്ലാൻ വേണ്ടി പറയുന്നത് 10 വയസ്സാവുമ്പോഴേ. ഇത് 3.5 വയസ്സാവുമ്പോഴേ ആകെ കുഞ്ഞുള്ളത് ഒരു 9 അല്ലെങ്കിൽ 10 കിലോ 12 കിലോന്റെ ബാഗും ചോത്തി LKG-യിലേക്ക് അയക്കാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് അയക്കാണ്. ഉമ്മാന്റെ മടിത്തട്ടിൽ കളിച്ച് വളരേണ്ട പ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് ഭാരം ചുമത്തുകയാണ്. എന്നിട്ടോ 10ാം ക്ലാസ് ആകുമ്പോൾ മക്കളവസ്ഥ പന്തിരിക്കലടങ്ങിൽ മീൻ മാർക്കറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടം നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ കട തുടങ്ങിയിട്ടുണ്ടാവും. അതേ സമയത്ത് ആധുനിക ടെക്നോളജികളെ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യമാണ് ചൈന. ചൈനക്കാരെ ടെക്നോളജി വിഷയത്തിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്, അവിടെ 1ാം ക്ലാസ്സിൽ ചേർത്ത് നിർത്തുന്നറിയോ 11 വയസ്സാണ്. നമ്മൾ 15 വയസ്സാകുമ്പോൾ 6ാം ക്ലാസ് കഴിഞ്ഞ് 15 വയസ്സാകുമ്പോൾ മീൻ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യുകയാണ്. ഇവരാണെങ്കിലോ എവിടേക്കോ എത്തി. ഒരിക്കലും 7 വയസ്സ് വരെ നിങ്ങളെ മക്കളെ നിങ്ങളുടെ ഒട്ടുപോകരുത്. ഹിറ്റ്ലറായതെങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, 60,000 യഹൂദികളെ ഒരു കോട്ട കൊത്തളകത്തിന്റെ അകത്തിട്ട് വിശാലം കൊന്ന ആളാണ് ഹിറ്റ്ലർ. ജൂതന്മാർ അന്ന് ജൂതന്മാരെ കൊല്ലുമ്പോ 10% ആളുകളെ ബാക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്നെ വൈകാലത്ത് ശകാരിക്കും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു അറിയാം, അതിനുവേണ്ടിയാണ് 10% ആൾക്കാരെ ഞാൻ ബാക്കിയാക്കുന്നത്. ഞാൻ എന്തിന് കൊന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു വേണ്ടിയാണ് അവരെ നിങ്ങൾ ബാക്കി വെച്ചത്. ബാക്കി വെച്ചതിന്റെ പ്രതിഫലം പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂത ടെററിസ്റ്റുകൾ അല്ലാഹു തീക്കാറ്റ് കൊണ്ട് ഹിലാക്കാക്കട്ടെ. അല്ലാഹു അവരെല്ലാം ഈ മഴ പെയ്യിപ്പിക്കട്ടെ, അവരല്ലാഹു നശിപ്പിക്കട്ടെ. എന്റെ നമുക്ക് ആമിയൊക്കെ ജൂതന്മാരെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ഇവിടെ എല്ലാ സ്വതന്ത്രങ്ങളെയും അല്ലാഹു ഇല്ലായ്മ ചെയ്യട്ടെ. ചുരുക്കി പറഞ്ഞാൽ 7 വയസ്സ് വരെ എന്റെ പ്രിയപ്പെട്ടവരെ കളിപ്രായത്തിന് ഐറ്ററിനോടാണ് ചോദിച്ചത്, അല്ലടാ നിനക്ക് എങ്ങനെയുള്ള കഠിന കഠോരമായ മനസ്സാണ്. ഹിറ്റ്ലർ പറയാണ്, ഒന്നുമല്ല, കാരണമറിയോ, എന്റെ പ്രിയപ്പെട്ട വാപ്പ പട്ടാള ചിട്ടക്കാരനായിരുന്നു. ആ പട്ടാളക്കാരനായ പ്രിയപ്പെട്ട വാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. വാപ്പാന്റെ എല്ലാ കുസൃതികൾക്കും നമ്മൾ നിന്നുകൊടുക്കണം. വാപ്പാന്റെ കഥ പറയുന്നത് വരെ നമ്മൾ നിൽക്കണം. ഇങ്ങനെയുള്ള ചിട്ട പഠിപ്പിച്ചത് കൊണ്ട് മനസ്സിൽ തന്നെ ഒരു കാഠിന്യം വന്നു, കഠിന കഠോരത വന്നു. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 7 വയസ്സ് വരെ നിങ്ങളുടെ മക്കളോട് കളിക്കാനുള്ള സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖാദിമുക സബആ വഖാദിമുക സബആ. 7 മുതൽ 14 വയസ്സ് വരെ നിങ്ങളുടെ മക്കളുടെ സേവകരാണ് നിങ്ങൾ. സേവകന്മാർ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മക്കൾക്ക് നല്ല നിലക്ക് മര്യാദ പഠിപ്പിക്കണം. 14 വയസ്സ് വരെ മാത്രമാണ് കൺട്രോളിലുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ള പറയുന്നത് കാണുക. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ള പറയുകയാണ്, അൽ-ഗുലാമു യഉഖുവന്നു യൗമസ്സാബിഅ. ഒരു കുഞ്ഞ് ജനിച്ചാൽ, മക്കളുടെ വളർത്തേണ്ട രീതി പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ
ഏഴാം ദിവസമാകുമ്പോൾ അക്കീക്കത്തറത്ത് കൊടുക്കണം. എന്താണ് അക്കീക്കത്ത് കൊടുക്കുന്നതിന്റെ ലക്ഷ്യം? ഒരു മനുഷ്യൻ അവന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ നാളെ പരലോകത്ത് അവർ മാതാപിതാക്കളെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ ഗേറ്റിന്റെ പക്കൽ നിൽക്കുന്ന അതേ സമയത്തോ ഒരു പ്രിയപ്പെട്ട വാപ്പ ഒരു പൊന്നുമോന്റെ പേരിൽ അക്കീക്കത്ത് അറുത്ത് കൊടുത്തില്ല എങ്കിൽ നാളെ പടച്ചവന്റെ ലോകത്താ മക്കളെ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പടച്ചവനുമില്ല. ഈ അക്കീക്കത്ത് അറുത്ത് കൊടുക്കാതെ ആ പൊന്നുമോൻ അവിടെ വിട്ടയച്ചതുകൊണ്ട് ആ മോൻ പണയം വെക്കപ്പെട്ടതിന് തുല്യമാണ്. അപ്പൊ കിട്ടൂല. അക്കീക്കത്ത് അറുത്ത് കൊടുക്കണം. മാത്രമല്ല ഒരു സമ്മിയ നല്ല പേര് കെട്ടുക മക്കൾക്ക് നല്ല പേര്. ഇതെല്ലാം ഫാഷനാണ്. അടുത്ത കാലത്തിനോട് പറഞ്ഞ ഒരു പേര് എന്താ മോളെ പേരാണ് ഫബാന്റെ അർത്ഥം ഉണ്ടോ? ഫബാക്ക് അർത്ഥം എന്താ? ഫബ എന്ന് പറയുമ്പോൾ അവസാനം മലയാള അർത്ഥം കൊണ്ട് വിളിച്ചാലറിയോ? ഫാ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ, ബാ എന്ന് പറഞ്ഞാൽ ബാബ ഒപ്പിച്ചിട്ട് ഫബ. നല്ല പേര് വെച്ചു കൊടുക്കാം മക്കൾ. പറയുകയാണ് ആ പ്രിയപ്പെട്ട മക്കളുടെ മലീമസമായ ചിന്തകളെയും ദുശ്ചിന്തകളെയും ആ പൊന്നുമക്കളുടെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നവരെ നിങ്ങൾ നല്ല സംസ്കരിച്ചെടുക്കുക. മാത്രമല്ല മക്കൾക്ക് 6 വയസ്സായാൽ പൊന്നോമനകൾക്ക് 6 വയസ്സായാൽ ആ മക്കൾക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കണേ, അതത് പഠിപ്പിക്കണേ. അതത് വലിയ വിഷയമാണ്. ഇവര് സത്യവരെ ആളെ ഉസ്താദന്മാരോടത്, മുതിർന്നവരോട് അതത്, മാതാപിതാക്കളോട് അതത്, കായവന്മാരോട് അതത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതതുള്ള നല്ല ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കാൻ കഴിയണം. ഒരു വാപ്പ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നറിയോ? അതബുൻ ഹസൻ, നല്ല അതബാണ്. മക്കളെല്ലാം വീട്ടിൽ വടിയുണ്ടാവണം. എത്ര പേരുടെ വടി? മക്കളെല്ലാം വീട്ടിൽ വടിയുണ്ടാവണം. അള്ളാഹു റസൂൽ ദുആ ചെയ്ത ഒരു വിഭാഗമാണ്. അള്ളാഹു ഒരു വാപ്പാക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മക്കളുടെ നന്മയുടെ മേൽ സഹായിച്ച് പ്രിയപ്പെട്ട വാപ്പാക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. മക്കളെല്ലാം വടി വേണം വീട്ടിൽ. അതാണ് അതബ്. അലാ റൂസില്ലസ, വടിയുടെ തലയുടെ മുകൾ ഭാഗത്താണ്. അങ്ങനെ അതവുള്ള അനുസരണയുള്ള ഒരു നല്ല തലമുറയെ കഴിഞ്ഞ കാല ഉസ്താദന്മാരും അധ്യാപകരും വാർത്തെടുത്തപ്പോ ഇന്നവർ നല്ല മനുഷ്യന്മാരായി വരും. ഇന്നത്തെ തലമുറക്ക് അതവില്ല, അനുസരണയില്ല, വടി തൊടാൻ പറ്റില്ല. വടി തൊടാതിരിക്കുമ്പോ അവരെ വടി കൊണ്ട് പോലീസുകാരെന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാണ് ഉസ്താദന്മാരും അധ്യാപകരും രക്ഷിതാക്കളും വടി താഴോട്ട് വെച്ചത്. അന്നു മുതൽ പോലീസ് സ്റ്റേഷനിലുള്ള കേസുകൾ പെരുകിയിരിക്കുക. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അദബുൽ ഹസൻ, നല്ല മര്യാദ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈദാ ബലഗ 19 സന ഉദില ഫിറാശുഹു. മറ്റൊരു ഹദീസിൽ കാണാം 10 വയസ്സായാൽ ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ചിറങ്ങുന്ന റൂമിൽ മക്കളെ കിടത്താൻ പാടില്ല. അതെന്താണ് ഉസ്താദേ ആ നിയമം സംഭവിച്ചു? 16 വയസ്സുള്ള മോൾ ഗർഭിണിയായി. 16 വയസ്സുള്ള മോൾ ഗർഭിണിയായി. ആ പൊന്നുമോളോട് ചോദിച്ചു, എന്തേടി നീ ഗർഭിണിയായത്? മറുപടിയില്ല. അവസാനം അവളെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോ ആ പൊന്നുമോള് പറഞ്ഞത്, സ്വന്തം കൂടെപ്പറപ്പായ 16 വയസ്സുള്ള കൊച്ചനുജനാണ് എന്നെ ഗർഭിണിയാക്കിയത്. ആ മോനോട് ചോദിച്ചു, ഇത് എവിടെയാണ് നീ പഠിച്ചത്? അത് എന്റെ ഉപ്പയും ഉമ്മയും ഒന്നിച്ചിറങ്ങുന്ന റൂമിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്, അവിടെ നിന്നാണ് പഠിച്ചത്. മനസ്സിലായാലും കൂടുതൽ പറയണമെന്നല്ലോ. ഒരിക്കലും ഒന്നിച്ച് കിടത്താൻ പാടില്ല. 10 വയസ്സായാൽ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന റൂമിൽ മക്കളെ കിടത്തില്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ഹദീസിൽ കാണുന്നത് 12 വയസ്സെന്നാണ്. മറ്റൊരു ഹദീസിൽ 10 വയസ്സാണ്.
ഉപേക്ഷിച്ചാൽ അവരെ നിങ്ങൾ തല്ലണേ. 10 വയസ്സായാൽ നിസ്കാരം ഉപേക്ഷിച്ചാൽ തല്ലണം. അത് രക്ഷിതാവിന്റെ പ്രവണത. മക്കൾക്ക് തല്ലണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മക്കൾക്ക് അതവ് പഠിപ്പിച്ച് നല്ല നിലക്ക് വരെ വളർത്തി 14 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ 14 കഴിഞ്ഞ് 16 വയസ്സെത്തുമ്പോ മുത്തു റസൂലുള്ള പറയുകയാ, 16 വയസ്സായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാതാപിതാക്കളുടെ ബാധ്യതകളും കടമകളും തീരണമെങ്കിൽ ഹദീസ് പഠിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 16 വയസ്സായാൽ ആ മക്കൾക്ക് നിങ്ങൾ അവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ. അകത്താവും 4 വർഷം മനുഷ്യൻ വരെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇത് മക്കൾക്ക് കൊടുക്കും, പെൺമക്കൾക്ക് കൊടുക്കും. 18 വയസ്സാവുമ്പോ ഒരു നല്ല ചെറുക്കനൊക്കെ ഇടിയിട്ട് കല്യാണം കഴിപ്പിച്ചു വിടും. ആൺമക്കളാണെങ്കിൽ 32, 34 വീട്ടിൽ ബാക്കിയ. പെട്ടെന്ന് കല്യാണം കഴിക്കുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഹറാമിൽ നിന്ന് അന്യസ്ത്രീയിൽ നിന്ന് മോശത്തരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തടയുന്ന ഒരു സാധനമാണ് വിവാഹം. അതിൽ പരിചയം. പെണ്ണായാലും ആണായാലും പരമാവധി 25 വയസ്സ് കടക്കാത്ത രീതിയിൽ പെണ്ണാക്കളോട് എനിക്ക് വേണ്ട. ഈ ഹദീസെല്ലാം കാണുമ്പോൾ പോകുമ്പോഴാണ് ഞാൻ മംഗലാപുരത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പള്ളിയുടെ ടോയ്ലറ്റിലാണ് ഒരു കുഞ്ഞിനെ കാണുന്നത്. ചെറിയ ഒരു പിഞ്ചു പൈതൽ, നവജാത ശിശു. ആ ശിശു അവിടെ മരിച്ചു കിടക്കുന്ന രീതിയിൽ പ്രസവിച്ചിട്ട് ആരോ വലിച്ചിഴച്ച് കൊണ്ടുപോയ രീതിയിലാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് അന്വേഷിച്ചു. ആളെ കിട്ടുന്നില്ല. അവസാനം ചെറിയ പ്രായമുള്ള കൗമാരക്കാരിയായ ഒരു പെണ്ണ്, മെഡിക്കലിലാണ് അവൾ ജോലി ചെയ്യുന്നത്, പഠിക്കുന്നുമുണ്ട്. ആ പെണ്ണിന് ആരോ ഒരു അവിഹിതമുണ്ടായി. സ്വന്തമായി അവൾ വന്നു, CC ക്യാമറയിലൂടെ അത് ദർശിച്ചു. അവൾ ബാത്റൂമിൽ പോയി കുഞ്ഞിനെ പ്രസവിച്ചു. പൊക്കൽ വള്ളി കട്ട് ചെയ്തു. അവിടെ ആ കുഞ്ഞിനെ അവിടെ തന്നെ ഒഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. അവസാനം അവൾ പിടിക്കപ്പെട്ടു. നമുക്കിത് ചിരിക്കാനുള്ള വിഷയമല്ല. 16 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം റസൂലുള്ളാഹി പറഞ്ഞതിന് വേണ്ടിയാണ്. ഇതേ ബീച്ചിൽ നിന്നൊക്കെ കാണാൻ വൈകുന്നേരം പോയാല് റഹ്മാനായ റബ്ബേ, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതുപോലെയാണെങ്കിൽ ഗോവയെ വെല്ലുന്ന വലിയ ബീച്ചായി നമ്മുടെ ചെമ്പരിക്ക ബീച്ച് ഉറപ്പാണ്. എനിക്ക് ഒരുപാട് വിഷയത്തിൽ പലരും എതിർക്കുന്നുണ്ടാവും. എനിക്ക് വൈരുദ്ധ്യമുണ്ട്. ഞാൻ കാലയാണ് പറഞ്ഞതുപോലെ ബീച്ചിലേക്ക് കറങ്ങാൻ വരുന്നവർക്ക് പള്ളിന്റെ മുറ്റം വാഹന പാർക്കിംഗ് സൗകര്യം ചെയ്തു കൊടുക്കാം. എവിടെ എത്തി? ഇതിന്റെ റൂമിന്റെ അടുത്തുണ്ട് പെണ്ണുങ്ങളുടെ ഡ്രസ് ചേഞ്ചാക്കുന്നത്. ആരോട് ഇതിന് കുറെ അനുകൂലികൾ. ഞാൻ എനിക്കിപ്പോ 4 മണിക്കൂർ അവിടെ കാത്തു നിന്നതാ. ചോദിക്കണം, നമ്മൾ മംഗലാപുരത്തല്ല ദുബൈയിൽ വന്നാലും ഇത് ബീച്ചിന് വേണ്ടി അനുകൂലമാക്കി കൊടുത്ത പള്ളിയാണിത്. വഖഫിന്റെ വെള്ളമാണ്. 2-3 പ്രാവശ്യത്തിനേക്കാൾ അധികം വുളൂ ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ട വെള്ളത്തിൽ വുളൂ ചെയ്യൽ ഹറാമാണ്. പണ്ഡിതനായ ഉസ്താദിനോട് ചോദിച്ചോക്ക്. ആ വെള്ളത്തിലാണ് കുളിക്കുന്നത്. ഇതിന്റെ മുഴുവനും കുറ്റക്കാർ കമ്മിറ്റിക്കാരാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർ എല്ലാത്തിനും അവർക്ക് ഈ നാട്ടിൽ അവിടുത്തെ കമ്മിറ്റി ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എല്ലാ ജമാഅത്ത് തെരഞ്ഞെടുത്താണല്ലോ. നിങ്ങൾക്ക് നടപ്പിലാക്കാൻ നാളെ പഠിച്ചവന്റെ മുമ്പിൽ അല്ലാഹു തആല പഠിച്ചു നിർത്തി ചോദ്യം ചെയ്ത് അവന്റെ ആമാശയത്തിനെ വലിച്ചു കെട്ടി നരകത്തിലേക്ക് വലിച്ചെറിയുന്ന വിഭാഗമുണ്ടായി. കമ്മിറ്റിക്കാർ, ഇമാം നേതൃത്വം വഹിക്കുന്നവർ കമ്മിറ്റിക്കാരാണ്. പള്ളിമാമ എന്റെ ഉത്തരവാദിത്വം ഞാൻ പാലിക്കുന്നുള്ളൂ. ഏതോ ഒരു ബീച്ചിലേക്ക് കറങ്ങുന്നവന് ഇവിടെ നല്ല സൗകര്യം ചെയ്തു കൊടുക്കാം. കുളിക്കാൻ സൗകര്യം ചെയ്ത് ബീച്ചിൽ കുളിച്ചിട്ട് അടിച്ചു പൊടിച്ച് നിസ്കരിക്കാൻ വരുന്നവരുടെ പ്രശ്നമില്ല. കാണുന്നതാണ്. ഒരുപാട് കൻബസുകൾ അവിടെ കിടക്കാൻ പോലും കഴിയില്ല. ആരോട് പറയാണ്? ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ആ മണിക്കൂർ ആ സ്റ്റെപ്പിൽ നിന്നിട്ടാണ് പോയത്. നോക്ക്, ഇങ്ങനെ നിങ്ങൾ വിട്ടാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഗോവയെക്കാളും മരീന ബീച്ചിനെക്കാളും വെല്ലുന്ന ഒരു ബീച്ചായി നമ്മുടെ ചെമ്പരിക്ക ബീച്ച് മാറുന്നത് ദിവസമാണ്. വൈകുന്നേരം ഒന്ന് നടന്നു നോക്കി. ഞാൻ 2 പ്രാവശ്യം നടക്കാൻ പോയപ്പോ കണ്ടതാണ്. കൗമാരക്കാരായ പ്രായമുള്ള പ്രിയപ്പെട്ടവർ, ഞാനൊരു സഹോദരൻ പറഞ്ഞു, ഈ ബീച്ചിൽ 4-5 ആൾക്കാർ, 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഇവിടെ
അശ്ലീലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, വേണ്ടാതീനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു സഹോദരൻ പറഞ്ഞ അയാൾ വിചാരിച്ചു അത്ര ഭാര്യ ഭർത്താക്കണം. അവസാനം ചോദിക്കുമ്പോ ഏതോ ഒരു കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്തളത്ത് പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. എവിടെത്തി? ഇതിനൊക്കെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ? ബീച്ചിന്റെ വിഷയം പോട്ടെ, ഈ പള്ളി വിറ്റാണ് ഞാൻ പറഞ്ഞത്. ഞായറാഴ്ച മാത്രമല്ല അടച്ചിടേണ്ടത്. ഇത് ബീച്ചിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പള്ളിയല്ലല്ലോ, അതിനുവേണ്ടി സൗകര്യമൊരുക്കേണ്ട പള്ളിയല്ലല്ലോ. ജീവിക്കാൻ വരുന്നോ ഈ സൗകര്യമൊരുക്കി കൊടുക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയാണ്. അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പഠിച്ചവനോട് മറുപടി പറയേണ്ടവരാണ് നമ്മൾ. പക്ഷേ അനാവശ്യങ്ങൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഹൗദില് ടാപ്പില് ഉളൂ ചെയ്യാൻ വേണ്ടി ഒരുക്കപ്പെട്ട വെള്ളം സമുദ്രത്തിലാണെങ്കിലും 3 പ്രാവശ്യത്തിനേക്കാൾ ഉളൂ ചെയ്യൽ ഇസ്രാഫാണെന്ന് വിശുദ്ധതയെ പഠിപ്പിച്ചിട്ടുണ്ട്. സമുദ്രത്തിന്റെ വെള്ളം വറ്റിപ്പോവില്ല. അതേ സമയത്ത് ഉളൂ ചെയ്യാൻ വേണ്ടി മൗഖൂഫായ വെള്ളം, മുസബ്ബലായ വെള്ളം, ആ വെള്ളത്തിൽ വന്ന് കുളിച്ചാൽ അതിന്റെ മുഴുവൻ ചുമതല ഇവിടെ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാണ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ശരിയാണത്, ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കളിയല്ല, അല്ലാഹുവിന്റെ ദീനാണ്. ഇതിനൊക്കെ നമ്മൾ ഈ അഴിഞ്ഞാട്ടങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുത്താൽ ചിലരോട് മറുപടി പറയേണ്ടവർ നമ്മളാണ്. ബീച്ചിന്റെ കഥയല്ല ഞാൻ പറഞ്ഞത്, ഇതിന്റെ അകത്തെ കഥയാണ്. നമുക്ക് നോക്കേണ്ടത് ഇതാണ്. അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നോക്കട്ടെ, അതായത് നമുക്ക് വേണ്ടി അടുത്ത പണിയാണ്. നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞാലും ഉറച്ചിരിക്കണ്ട. അതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിലുണ്ടാവും. നമുക്ക് അത് പറഞ്ഞത് മനസ്സിലായില്ല, എന്റെ അടുത്ത് തന്നെ വിളിച്ചു ചോദിക്കാം. പലപ്പോഴും ഏത് വേദന ഞാൻ പറയുന്നതാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. ആണാവട്ടെ പെണ്ണാവട്ടെ, പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക. നിന്റെ പൊന്നുമോന്റെ കൈപിടിക്കുക, നിന്റെ പൊന്നുമോടെ കൈപിടിക്കുക. കൈപിടിച്ചുകൊണ്ട് പറയേണ്ടവരെ വാക്കുണ്ട്. അല്ലാഹു നിനക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന്, അല്ലാഹു നിനക്ക് ഏൽപ്പിച്ച ബാധ്യതയിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണോ? മോനെ, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ച ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ 16 വയസ്സ് വരെ മക്കളൊക്കെ നിന്റെ കൺട്രോളിലാണ്. ആ കൺട്രോൾ കഴിഞ്ഞ് കല്യാണം കഴിച്ച് അവരെ കെട്ടിച്ചയക്കുമ്പോ ആ ബാധ്യത തീരുകയാണ്. തീരുമ്പോഴേ പിടിച്ചു പറയണം. പിടിക്കും പല പാപ്പന്മാര് പിടിച്ചിട്ട് പറയും, അവരുടെ മക്കളെ എത്ര ആളാണ് വെടിപൊട്ടിക്കുന്നത്? ആരുടെ കുറവച്ചന്റെ വേഷം ഇടുന്നത്? കൊരങ്ങൂരിൽ നമ്മളെ കർണാടകത്ത് നോർത്തിൽ ചൈത്താന്റെ വേഷം ഇട്ടിട്ടാണ് വന്നത് കല്യാണം. അതല്ല സൂപ്പറാകുന്നറിയോ? ഹൈന്ദവന്മാർ തന്നെ അവന്റെ പേര് പരാതി കൊടുത്തു, നമ്മുടെ ദൈവങ്ങളെ പരിഹസിച്ചിട്ടുള്ളത്. എന്തൊക്കെ അനാചാരങ്ങൾ ഇപ്പൊ മുന്നാണെന്നില്ലേ? വയത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്കല്ലേ വാദം സംബന്ധിച്ചിട്ട് അടുത്ത കാലത്ത് ക്ലോസറ്റിൽ വെച്ച് കേക്ക് മുറിച്ചു. എല്ലാ ഉസ്താദുമാരും വാദം പറഞ്ഞു. ഞാൻ കണ്ടല്ലേ ട്രെയിനിൽ മറ്റേത് കൊടുത്തു, ചോക്ലേറ്റ് കൊടുത്തു. ഇതിപ്പോ നമ്മൾ പറയുന്ന ആവശ്യമാണ്. അത് ഏടെത്താതെ നമ്പർ തരുമോ എന്ന് വിളിച്ച് ചോദിക്കാൻ, നമുക്ക് ട്രെയിൻ ബുക്കാക്കാൻ. ഏത് ട്രെയിനിലാണ് അത് കൊടുക്കാൻ? ഏത് സെറ്റപ്പാണ്? എത്ര ഹൈറ്റിൽ വേണം? പരിഷ്കാരം. എല്ലാ അനാചാരങ്ങളും കല്യാണത്തിൽ നിന്ന് കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചെമ്പരിക്കാരോട് പറയുകയാണ്, ബറക്കത്തുള്ള സമയമാണ് കല്യാണ സമയം. വിവാഹത്തിന്റെ സമയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. എല്ലാവരും ഒരു സമയം അല്ലാഹു റസൂൽ ദുആ ചെയ്ത ഒരു സമയമാണ് നിക്കാഹിന്റെ സമയമാണ്. സമയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അതുപോലെ ദിവസത്തിൽ, അതുപോലെ കാലത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത ഒരു ഇതാണ് സമയം എന്നുള്ളത്. അപ്പൊ നമ്മൾ 11 മണിക്ക് വിവാഹം നിശ്ചയിച്ചാൽ ആ സമയത്ത് തന്നെ വിവാഹം നടത്താൻ മനസ്സ് വെക്കുക. നിങ്ങൾ നോക്ക്, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, അവർക്കൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ എന്റെ അടുത്ത ഒരു കൂട്ടുകാരൻ കല്യാണത്തിന് 6 മാസത്തിന്റെ മുമ്പ് നാട്ടിൽ പങ്കെടുത്തിരുന്നു. അവർ ബുക്ക് ചെയ്തത് ഉടുപ്പിയിൽ നിന്നുള്ള ശ്രീകൃഷ്ണമഠം എന്ന് പറയുന്ന ഒരു മഠമുണ്ട്. ആ മഠത്തിൽ നിന്നും കൊള്ളൂർ എന്ന് പറയുന്ന മഠത്തിൽ നിന്ന് 2 മഠത്തിൽ നിന്നുള്ള വലിയ വലിയ പൂജാരിമാരെ അവർക്ക് സമയം കൊടുത്തത് 11:17 കൊള്ളൂർ മഠത്തിന്റെ വലിയ മറ്റേ പൂജാരി എത്തി. അതിനേക്കാളും വലിയ പൂജാരി എത്താൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് പോലും കാത്തില്ല. ഞമ്മ ഒരു തങ്ങന്മാരെ കാക്കുന്നത് 1 മണിക്കൂർ 2 മണിക്കൂർ. അതിനേക്കാളും വലിയ ആളാണ് പുതിയാപ്പുഴ. എപ്പോഴെങ്കിലാണ് ഇറങ്ങി വരാം. ബറക്കത്തുണ്ടാവൂല്ല ചെറുപ്പക്കാരാ. ഓരോരുത്തരുടെയും 5 മിനിറ്റ് വരുമ്പോ അവിടെ 100 ആളുകൾ കൂടിയെങ്കിൽ 500 മിനിറ്റ്
വേണ്ടിയിട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ സഹായം ആ വിവാഹത്തിൽ ഉണ്ടാവില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ആ വിവാഹത്തിൽ ഉണ്ടാവില്ല. തുടക്കം നന്നായില്ലെങ്കിൽ ഒടുക്കവും ഉണ്ടാവില്ല. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങാത്തത് കൊണ്ടാണ് ഇന്ന് പല വിവാഹങ്ങളും തലാഖിലൂടെ അർദ്ധധാരിയിൽ കലാശിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറയട്ടെ ബാപ്പാ, പോകുന്നുവെന്നല്ല, എത്രയാണ് മുട്ടായി കൊണ്ടുപോകുന്നതെന്നല്ല ചോദിക്കേണ്ടത്. പുതിയാപ്പളന്റെ കൂടെ എത്ര പേര് പോകുന്നുവെന്നല്ല ചോദിക്കേണ്ടത്. എന്റെ പല ബാപ്പന്മാരങ്ങനെ പുതിയാപ്പള കൈ കൊടുത്ത് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മാലത്ത് നിന്ന് എനിക്കൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ പുതിയാപ്പള പോയി. എന്നിട്ടോ 4:20 എനിക്ക് ഫോൺ വന്നത്. അവിടെ അത്രത്തോളം ആധികാരികമായി ഇടപെടാൻ കമ്മിറ്റി എനിക്ക് സൗകര്യം ചെയ്തു തന്നിരുന്നു. ഫോൺ വിളിച്ച് ചോദിച്ചു, സാറേ നിങ്ങളുടെ നാട്ടിലെ കുരുത്തം കേട്ട 25 പാലക്കാട് അവർ വരുമ്പോഴെന്നെ 2:30 മണിയായി, 4:20 വാങ്ങിപ്പോ 4:52 കൊടുക്കും. എങ്ങനെയെങ്കിലും ഈ ശിഷ്ടാന്മാരെ നൊഴിഞ്ഞു പോകുന്നൊരു സൗകര്യമാക്കിയത് പ്രഥമ രാത്രി കൊടുക്കുന്നത് അവസാനത്തെ രാത്രിയായത്. മനസ്സിലായിലേക്ക് മണിയറയിൽ കയറി അറപൊട്ടിക്കുന്നത്, മണവാട്ടിയുടെ ബെഡ്റൂമിൽ പോയി കലാശിപ്പിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജീവിതത്തിൽ ഒരു മനുഷ്യന് അല്ലാഹു നൽകിയ ഒരേ ഒരു പ്രഥമ രാത്രിയുള്ളൂ. ആ രാത്രി നിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ രാത്രി, അത് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കാണുന്ന രാത്രിയാ. പല പാലക്കാട് പറയും, എത്ര പേര് കണ്ടു, എത്ര പേര് കറങ്ങി, വലിയ ലിവിംഗ് ടുഗറല്ലേ, ഈ നമ്മുടെ മക്കാമിൽ പോലും പെണ്ണും ആണും കാണുന്ന സുന്നത്ത്, ഒരു പ്രാവശ്യം കാണുന്ന സുന്നത്തുണ്ട്. അവിടെ മുൻകൈ നോക്കാതെ സുന്നത്തുണ്ട്. ഇത് പുതിയാമ്പളന്റെ അളിയ, പുതിയാമ്പളന്റെ ഇച്ഛ, പിന്നെ പുതിയാമ്പളന്റെ ഇച്ഛാന്റെ അളിയൻ, എല്ലാവരും അവസാനം ഒരു ക്ലിക്ക് ചെമ്പരിക്ക മക്കാമിൽ എന്റെ നോക്കിയായി. മാഷാ അല്ലാഹ്. പിന്നെ 6 മാസം കഴിയുമ്പോ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് കാണാണ്, എല്ലാം പൊട്ടി. വർക്കത്താവോ? ഇങ്ങനത്തെ അനാചാരങ്ങൾ നമ്മുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ബ്രേക്ക് ഇടണമെന്ന് പ്രിയപ്പെട്ടവരെ. ചുരുക്കി പറഞ്ഞാൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് 16 വയസ്സാകുമ്പോ പൊന്നുമോളോട് 16 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ച് കെട്ടിച്ചേക്കുമ്പോ നീ പറയണം, ആ പൊന്നുമോളെ കൈപിടിച്ച് പൊന്നുമോനെ കൈപിടിച്ച് പറയണമെന്നറിയോ, നിനക്ക് ഞാൻ മര്യാദ പഠിപ്പിച്ചുവിടാ, നിനക്ക് ഞാൻ ഇൽമ പഠിപ്പിച്ചു, അറിവ് പഠിപ്പിച്ചുവിടാ, നിനക്ക് ഞാൻ ഒരുപാട് വിജ്ഞാനങ്ങളെ പഠിപ്പിച്ചുവിടാ, മതബോധം പഠിപ്പിച്ചുവിടാ, നിനക്ക് ഞാൻ ഒരു ഇണയും കണ്ടിട്ടുണ്ടടാ. എന്നാലോ നിന്നോട് എനിക്കൊരു ബാധ്യതയില്ല, കടപ്പാടില്ല. ആ പൊന്നുമോനെ കൈപിടിച്ച് വാപ്പാ നീ പറയണം, മോനെ കാര്യത്തിൽ എനിക്ക് ബാധ്യതയില്ല, ഒരു കടപ്പാടുമില്ല. കാരണം ഞാൻ എത്ര അമൽ ചെയ്താലും, എത്ര നന്മകൾ ചെയ്താലും, സുഹൃത്തുക്കൾ ചെയ്താലും പടച്ചവന് നമ്മളവന്റെ കോടതിയിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്നത് നിന്റെ കാര്യത്തിലാണ് മോനെ, നിന്റെ കാര്യത്തിലാണ് മോനെ. ആ പടച്ചവന്റെ മുമ്പിൽ കോടാനുകോടി സമുദായം വരുമ്പോ, എന്റെ ചെമ്പരിക്കക്കാര് വരുമ്പോ, എന്റെ അയൽവാസികൾ വരുമ്പോ, എന്റെ കുടുംബക്കാർ വരുമ്പോ, കൂടപ്പുറപ്പുകൾ വരുമ്പോ, നാട്ടുകാർ വരുമ്പോ അവരെന്റെ മുമ്പിൽ തലകുനിപ്പിക്കല്ലടാ. അല്ലാഹുവിനോട് നിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ പരലോകത്ത് കാവൽ തേടുകയാണ്. മാത്രമല്ല പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് പടച്ചവനോട് നിന്റെ കാര്യത്തിൽ ഞാൻ ആ അദാബിൽ നിന്ന് അഭയം തേടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാപ്പ ഈ കാര്യം നിർവഹിച്ചാൽ ആ മക്കളുടെ ബാധ്യതയും കടപ്പാടും അതോടുകൂടെ അവസാനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 10-16 വയസ്സ് വരെ മാത്രമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺട്രോളിലുള്ളത്. ആ 16 വയസ്സിന്റെ ഉള്ളിലായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ ശരീക്കുക. ആ മക്കള് നിങ്ങളുടെ കൂട്ടുകാരാണ്. ആ പൊന്നോമനകളെ നിങ്ങൾക്ക് പരലോകത്ത് കൂട്ടുനിൽക്കുന്നവരാ. നാളെ ആരാരുമില്ലാത്ത മണ്ണറ കൂടാകുന്ന ഈ ചെമ്പരിക്ക പള്ളിയുടെ 6 മണ്ണിൽ കുടിച്ചു മൂടുമ്പോ തണലില്ലല്ലോ, ലൈറ്റില്ലല്ലോ, ഏകാന്തതയല്ലോ, തിരിച്ചു വരാനില്ലല്ലോ, ഇരുളറ കൂടാണല്ലോ. ആ മണ്ണറ കൂടൽ നീ വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, അവനൊരു ഫാത്തിഹ ഓതുമ്പോ, ഈ പള്ളിയിൽ വന്ന് ജമാഅത്തിന് പങ്കെടുക്കുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോ, നന്മകൾ ചെയ്യുമ്പോ, സദഖ ചെയ്യുമ്പോ, മോനെ നിന്റെ ഖബറിലത് എത്തുകയാ. എല്ലാവരും പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മക്കളെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുതരുന്നാൽ, മക്കളെ പകൽ വഴിയിലേക്ക് അറിവിന്റെ വിജ്ഞാന ഗോപുരത്തിൽ നിന്ന് മാറ്റിയാൽ, നമ്മുടെ മദ്രസ തന്നെ കാണുമ്പോൾ വിശ്വസിക്കുകയാണ്, നമ്മുടെ റേഞ്ചിൽ തന്നെ എവിടെയുമില്ല +1 +2. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിന്റെ കമ്മിറ്റി ഇതുപോലെ നാട്ടുകാരൊരുക്കി തന്ന സൗകര്യമാണ്. എത്രയോ പഠിക്കാൻ സൗകര്യമുണ്ട്. എനിക്ക് വേണ്ടിയല്ല, കമ്മിറ്റിക്ക് വേണ്ടിയല്ല, നാട്ടുകാർക്ക് വേണ്ടിയല്ല. നിങ്ങളെ മരിച്ചു കിടന്നാൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബർസത്തിൽ കിടക്കുമ്പോൾ ഉപകരിക്കുന്ന അമലാവാൻ വേണ്ടിയാണ്. 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ് കഴിഞ്ഞ് 10 കഴിയുന്നതിന്റെ മുമ്പ് നിർത്തിപ്പോയി എത്ര മക്കളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കണ്ട. ഭൗതികത്തിന്റെ പേരിൽ ഒരുപാട് ആഹ്ലാദിക്കണ്ട. ഈ മക്കളാണ് നാളെ പടച്ചവന്റെ പരലോകത്ത് വന്ന് പരാതി പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്ത് പരാതി പറയുന്നതെന്നറിയോ? നിസ്കരിച്ച ഉമ്മ, ഖുർആൻ ഓതിയ ഉമ്മ, സദഖ ചെയ്ത ഉമ്മ, ആരാധനയുടെ ആകാശയാമങ്ങളെ സഞ്ചരിച്ചു പോയ എന്റെ ചെമ്പരികയുടെ ബാബാ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് എത്തുമ്പോൾ ഇബ്ലീസ് നിന്റെ മുമ്പിൽ കടന്നു വരികയാണ്. അല്ലാഹു തആല നീ ചെയ്തു പോയ നന്മകൾക്കും സുഹൃത്തുക്കൾക്കും ആരാധനകൾക്കും പകരമായി അവൻ ഒരുക്കി വെച്ച തയ്യാറാക്കിയ സ്വർഗത്തിന്റെ മനോഹരമായ കവാടത്തിന്റെ നിലയിലേക്ക് എത്തുമ്പോ അല്ലാഹു നിന്റെ കയ്യിലേക്ക് സ്വർഗത്തിന്റെ പാസ് ഏൽപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നോട് പറയാണ്, സ്വർഗത്തിലേക്ക് കടക്കടാ എന്ന് പറയുമ്പോ ഒരു ഇബ്ലീസ് ഉണ്ടല്ലോ, ആ ഇബ്ലീസ് നിന്നുകൊണ്ട് പറയാണ്, റബ്ബേ റബ്ബനാ അരിയല്ല ഗൈരി അവല്ലാനാ, കടത്തല്ല റബ്ബേ, കടത്തല്ല റബ്ബേ, ഞങ്ങളെ വഴിപിഴപ്പിച്ചവരാ, ഞങ്ങളെ ഈമ മുടക്കിയവരിവരാ, ഞങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കാത്തവരിവരാ. ഇവർ നിസ്കരിക്കുമ്പോ പള്ളിയിലേക്ക് എന്നെ വിരൽത്തുമ്പോ പിടിച്ചു കൊണ്ടുപോയില്ല അല്ലാ. ഞാൻ മൊബൈലിലൂടെ അശ്ലീലങ്ങളെ കാണുമ്പോ പാതിരാത്രി കളിച്ച് കൂട്ടുകാരുടെ തോളത്ത് കൈയിട്ട് നടന്ന അനാശാസ്ത്രങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ബജാറുകളിലും അങ്ങാടി തിന്നുകളിലിരിക്കുമ്പോ എന്റെ വാപ്പയോ എന്റെ ഉമ്മയോ എന്നെ കുറ്റപ്പെടുത്തിയില്ല, ശകാരിച്ചില്ല, ഒരു നല്ല വാക്കുകൊണ്ട് ഉപദേശിച്ചില്ല. റബ്ബേ, നന്മകൾ ഇവർ പരമാവധി വർദ്ധിപ്പിച്ചപ്പോഴും പടച്ച റബ്ബേ, ഞങ്ങളുടെ വരെ നന്മയിലേക്ക് ഇവർ അടുപ്പിച്ചില്ല അല്ലാ. അതുകൊണ്ട് റബ്ബേ, ഈ മാതാപിതാക്കളാകുന്ന ഇവരെ സ്വർഗത്തിലേക്ക് കടത്തല്ല അല്ലാ. ഇവരെ സ്വർഗാവകാശികളാക്കല്ല റബ്ബേ എന്ന് പറയുമ്പോ ശത്രുക്കളായ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താത്ത വാപ്പാ ഉമ്മ ശ്രദ്ധിച്ചോ. ആ പ്രിയപ്പെട്ട മക്കള് അല്ലാഹുവിനോട് പരാതി പറയുന്നു. നിന്റെ കയ്യിലേൽപ്പിച്ച സ്വർഗത്തിന്റെ പാത്തുണ്ടല്ലോ, റബ്ബ് കീഴിച്ചാടുകയാണ്. അല്ലാഹു തആല മക്കളിലേക്ക് നിന്നെ വലിച്ചഴിച്ചു കൊടുക്കുമ്പോ ആ മക്കള് ലോകത്ത് നിന്റെ നെഞ്ചകത്തേക്ക് കയറി നൃത്യം ചവിട്ട് നരനാട്ടമാടി എന്റെ പ്രിയപ്പെട്ടവരെ തുണിക്കോലിൽ പിടിച്ച് വലിച്ചെടുത്ത് നിന്ന നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഏത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. 99% മാതാപിതാക്കൾ അവന്റെ നന്മയുടെയോ ആരാധനയുടെയോ കുറവ് കൊണ്ടല്ല നരകത്തിലേക്ക് പ്രവേശിക്കുന്നത്, മറിച്ച് മക്കളുടെ കാരണം. മൂന്നാമത്തെ ഒരു അനുഗ്രഹം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, മനുഷ്യൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മൂന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയോ? അവന്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ്. ഉപ്പ ഉള്ളവർക്ക് ഉപ്പാന്റെ വില, ഉമ്മ ഉള്ളവർക്ക് ഉമ്മാന്റെ വില. ആരാണ് നമ്മുടെ വാപ്പ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്നാളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ദുനിയാവിൽ അനുഭവിക്കാതെ മരിക്കില്ല. മൂന്നാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ ദുനിയാവിൽ തന്നെ അനുഭവിക്കും. അതിൽ പ്രധാനപ്പെട്ടവരാണ് ഉസ്താദന്മാർ. ആലിമീങ്ങൾ, അറിവോടിപ്പിച്ച ഉസ്താദന്മാർ. അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ദുനിയാവിൽ തന്നെ അനുഭവിക്കാതെ അവൻ മരിക്കില്ല. രണ്ടാമത്തെ വിഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ.
എല്ലാ തിന്മക്കും ഒരുപക്ഷെ അല്ലാഹു തആല കണ്ണുപിടിച്ചാലും കണ്ണുപിടിച്ചാലും വിചരിച്ചാലും എത്ര തിന്മകളുടെ മോശചരങ്ങളിൽ അവൻ മുങ്ങിക്കുളിച്ചാലും ഒരുപക്ഷെ അതിന്റെ അല്ലാഹുവിലേക്ക് വെക്കാം. മാതാപിതാക്കൾ ഒരുമിപ്പിച്ചില്ല, ദുനിയാവ് അനുഭവിച്ചാൽ ആരാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മാതാപിതാക്കളാരാ? അല്ലാഹു ആദരിച്ചവരാ, അല്ലാഹു ബഹുമാനിച്ചവരാ, അല്ലാഹു സ്നേഹിച്ചവരാ. പടച്ചവന്റെ ഖുർആനിൽ അല്ലാഹുവിനോട് സമാനാന്തരപ്പെടുത്തി പറയപ്പെട്ട ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയാ. മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്ലാഹു വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെന്ന ഭൗതിക ലോകത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക്. എത്ര സംഘടനകളുണ്ട്, എത്ര ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ മേലാളന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ ആധുനിക ലോകത്ത് കത്തിത്തിളങ്ങുന്ന ശാസ്ത്രലോകത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുമോ? ലോകത്ത് അതുപോലെ പന്താളിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ അരികിലേക്ക് പോയി ഗവേഷണം നടക്കാൻ കഴിവുള്ള ശാസ്ത്രലോകം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ 6 ഭാഗങ്ങളെ വെട്ടിമാറ്റിയെടുത്ത് 6 ശരീരങ്ങൾക്ക് വെച്ച് പഠിപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രലോകം ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു പ്രമേയം നടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്നതെന്നറിയോ? വസിയ്യത്തിന്റെ ഭാഷയിലുള്ള പറയാ ഒരു വാപ്പ പറഞ്ഞു, മോനെ ഞാൻ കഴിച്ചാലിന്റെ മയ്യത്തിൽ നിസ്കരിക്കണം. അത് നിർബന്ധ. അത് പറഞ്ഞാൽ അത് പാലിക്കൽ നിർബന്ധം. ഒരുമ്മ പറഞ്ഞു, മരണാനന്തര കറവും ഒരു മോളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിർവഹിക്കണം. അത് നിർബന്ധം, അത് വസിയ്യത്താണ്. അല്ലാഹു തആല ഖുർആനിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ആരോട്? നമ്മോട്. വിരുദ്ധങ്ങളുടെ കാര്യത്തിലല്ല, ഖുർആന്റെ കാര്യത്തിലല്ല, ആരുടെയും കാര്യത്തിലല്ല, മാതാപിതാക്കളുടെ കാര്യത്തിലാണ് വസിയ്യത്ത് ചെയ്യുന്നത്. ആധുനിക ലോകത്ത് മാതാപിതാക്കളെ വൃദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോയി വിടുന്ന ചെറുപ്പക്കാരാ, പൊന്നുപോലെ വളർത്തിയ പ്രിയപ്പെട്ട സഹോദരികള്, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും വ്യസനം വിഷവും സഹിച്ചുകൊണ്ട് 18 വയസ്സ് വരെ പൊന്നുപോലെ വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്തേക്ക് കരവാരിച്ചു നിൽക്കുന്ന രീതിയിൽ അവനോടുകൂടെ ഓടിപ്പോയ മക്കളുടെ സംഖ്യ എത്രയാ? അല്ലാഹുവേ, കഷ്ടപ്പെട്ട് കവൾച്ചുരുന്ന പരിപാട് കവൾ ചുരുണ്ടുപോയ മുഖത്തിന്റെ കരവാളി യുഗത്തിന്റെ കരവാളിച്ച് പാലിച്ചു പോയ അവിടെ നിന്ന് പറ്റിപ്പോയ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കടബാധകളും ഏത് പ്രിയപ്പെട്ട മാതാവിന്റെയും പിതാവിന്റെയും വിഷമം കാണാതെ ജീവിക്കുന്ന എന്റെ ആധുനിക ചെറുപ്പക്കാരാ പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, താക്കീതിന്റെ ഭാഷയിൽ പറയുകയാണ്, നിനക്ക് ചുണ്ടുചുമന്ന ഭാര്യ വരുമ്പോ, ആരോഗ്യമുള്ള മക്കൾ കിട്ടുമ്പോ, പണവും പ്രതാപവും അധികാരവും കൈവരിക്കുമ്പോ, ഭൗതിക ലോകത്തിന്റെ മേച്ചിൽപ്പുറത്ത് നിനക്ക് ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ഉമ്മയെ മറന്നുപോയില്ലേ? വാപ്പയെ മറന്നുപോയില്ലേ? അത് മനസ്സിലാണടാ. വാപ്പ ജീവിക്കുന്ന വീടുണ്ടല്ലോ, ഉമ്മ ജീവിക്കുന്ന വീടുണ്ടല്ലോ. ഇന്ന് ദുനിയാവിലുള്ള നിനക്കുള്ള സ്വർഗം ആ വീടാ. അല്ലാഹു നിനക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ മാതാപിതാക്കളുടെ കാര്യത്തിൽ അല്ലാഹു നിന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മോനെ നിനക്കറിയുമോ? അല്ലാഹു ഖുർആൻ ചോദിക്കുകയാണ്, നിന്റെ പൂർവ്വകാലത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നിതാ ചെമ്മരിക്ക പള്ളിയുടെ പള്ളിപ്പെരുമാറിൽ നിന്റെ ഉമ്മയിതാ 5-6 വർഷമായി ആരുടെ മണ്ണിന്റെ പരിശുദ്ധമായ ചാരത്ത് കവൾ തടം വെച്ച് കിടന്നുറങ്ങുമ്പോ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ബാപ്പ, നിനക്ക് വേണ്ടി അധ്വാനിച്ച ബാപ്പ, ആ മണ്ണിന്റെ അകത്താത്ത് മുങ്ങി മരിക്കുന്നവരെ പോലെ ജീവിക്കുന്നു. സുഖലോലുപനായി വീട്ടിൽ കഴിയുന്നവരെ ഇന്ന് നിനക്ക് 40 വയസ്സാ, 50 വയസ്സാ, 60 വയസ്സാ. ഈ 60 വയസ്സിന്റെ പൂർവ്വകാലത്ത് നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ദിവസം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ചെമ്പരിക്ക കടപ്പുറത്ത് വെച്ച് പ്രസവിക്കുമ്പോ ആ ഉമ്മ നേരിട്ട കിരാതമായ അനുഭവം നിനക്കറിയോ? അല്ലാഹു ഖുർആൻ പറയുകയാണ്, പ്രിയപ്പെട്ട പിതാവിന്റെ മുതുകിൽ നിന്ന് ഒലിച്ചു വന്ന പരിപൂർണ്ണ ദ്രാവകമുണ്ടല്ലോ, ആ പരിപൂർണ്ണ ദ്രാവകം പ്രിയപ്പെട്ട ഉമ്മാന് സെന്റിമീറ്റർ നീളമുള്ള ഗർഭപാത്രത്തിലേക്ക് കടക്കുമ്പോ
ലോകത്തിൽ നീയും ഞാനും മാത്രമല്ല ഉണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന് സെന്റിമീറ്റർ നീളമുള്ള ഗർഭപാത്രത്തിലേക്കുണ്ടല്ലോ ആ ഒരു പൂർണ്ണ ദ്രാവകം പോകുമ്പോ മോളെ നിന്നെ പോലോത്ത 1 കോടി ജീവജാലങ്ങളാണ് അതിലുണ്ടായിരുന്നത്. കണ്ണിന് കാണാത്ത മുട്ടുസൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇന്ന് 85 കിലോ ഉള്ളവര്, 65 കിലോ ഉള്ളവര്, ജിമ്മിന് പോയി മസിലിനോട് മരിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടി ചെമ്പരിയിൽ ജീവിക്കുമ്പോ പാവപ്പെട്ട ഉമ്മ, നിന്നെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയ ഉമ്മ, നിനക്ക് വേണ്ടി താങ്കടലമായി നിന്ന പ്രിയപ്പെട്ട വാപ്പ, അവരിതാ ഒരു നേരത്തെ മരുന്നിന് വേണ്ടി കൈനീട്ടി ഒരു 10 രൂപ യാചിക്കുമ്പോ ഈ യാചകന്മാരെ പോലെ ചോദിക്കുമ്പോ കൊടുക്കാനും മടി കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആധുനിക യുവത്വമേ, മാതാപിതാക്കളുടെ കടപ്പാടുകളെ മറന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ ഒരു സ്പൂൺ ദ്രാവകത്തിൽ നിന്ന് ഒലിച്ചു പോയ 1 കോടി ജീവജാലങ്ങളിൽ നിന്നുള്ള ഒരു ജീവി മാത്രം ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് പോവുകയാണ്. 99,99,99,99 അല്ലാഹു നശിക്കാൻ വേണ്ടി പറയുകയാ. ഉമ്മാന്റെ സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഗർഭപാത്രത്തിലേക്ക് ഈ നിൽക്കുന്ന അബ്ദുൽ കരീം വൈദി ഉണ്ടല്ലോ, കണ്ണിന് കാണാത്ത സൂക്ഷ്മാണുവിനെ പോലെ, കണ്ണിന് കാണാത്ത മുട്ടുസൂചിയുടെ അഗ്രത്തിന്റെ വലുപ്പത്തിലായി ആ ഉമ്മാന ഗർഭപാത്രത്തിലേക്ക് കടക്കുന്നു. പിന്നെ ഖുർആൻ പറയട്ടെ, 40 ദിവസം കഴിയുമ്പോ രക്തക്കട്ടയായി, പിന്നീട് 40 കഴിയുമ്പോ മാംസക്കട്ടയായി, പിന്നീട് 40 കഴിയുമ്പോ എല്ലുകളെ കൊണ്ട് പൊതിയപ്പെട്ട ഒരു മനുഷ്യനായി ആ ഉമ്മാന ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ ആ ഉമ്മാന പരിശുദ്ധ ഗർഭപാത്രത്തിലേക്ക് ഒരു മലക്ക് വന്ന് റൂഹൂതുമ്പോ ആ ഉമ്മാക്ക് പിന്നെ ഭക്ഷണം വേണ്ട, ആ ഉമ്മാക്ക് കുടിവെള്ളം വേണ്ട. കേവലം 40 ദിവസത്തിന്റെ മുമ്പ് ഒരു ഗുളിക കടിച്ചാൽ ആ ഉമ്മ അവിടെ നിന്ന് അബോർഷൻ ചെയ്താൽ ഇത്രയെല്ലാം ത്യാഗങ്ങൾ സഹിക്കാത്ത ഒരു പെണ്ണായിരുന്നു. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മുരളീധരൻ. അയാൾക്ക് മക്കളില്ല, മക്കളാവാത്തത് കൊണ്ടല്ല, മക്കൾ വേണ്ടാന്ന് വെച്ചതാ. അയാളോട് ചോദിച്ചു, നിങ്ങളെന്താ മക്കൾ വേണ്ടാന്ന് വെച്ചത്? അയാൾ പറയാം, ഒന്നാമത് താങ്ങി നടക്കാൻ പ്രയാസമല്ലേ, 2 നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിന് അത് ബുദ്ധിമുട്ടാവുകയാണ്, അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നമുക്ക് ദുനിയാവിൽ അടിച്ചുപൊളിക്കാം, ചെമ്പരിക്കയിൽ അടിച്ചുപൊളിക്കാം, മക്കൾ വേണ്ട എന്ന് ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഇരിക്കുന്ന സദസ്സിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. എത്ര കഷ്ടങ്ങളാവുമ്പോൾ സഹിച്ചത്, എത്ര ത്യാഗങ്ങളാവുമ്പോൾ സഹിച്ചത്, എത്ര പ്രയാസങ്ങളാ സഹിച്ചത്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി രാത്രികളെ പകലുകളാക്കി മാറ്റുകയാണ്. നിനക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഊണും ഉറക്കുകയാ, ഉറക്കും അവിടെ നിന്ന് പിടിക്കുകയാ, രാത്രികളെ പകലുകളാക്കി മാറ്റി. അല്ലാഹുവേ, 9 മാസം വരെ നിന്നെ ഗർഭപാത്രത്തിൽ ചുമന്ന് നടക്കുമ്പോ കണ്ണിന് കാണാത്ത ഒരു മുട്ടുസൂചിയുടെ അഗ്രത്തിന്റെ വലിപ്പത്തിലുള്ള നീ ഉണ്ടല്ലോ പടച്ചറബേ, പിന്നെ നീ വലുതായി മാറുമ്പോ, ഉള്ള ആളായി മാറുമ്പോ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോ നിന്റെ ഭാരം എത്രയാ? 3.5 കിലോയാണ്. ആ 3.5 കിലോ ഭാരമുള്ള മനുഷ്യനാക്കി ആ പ്രിയപ്പെട്ട ഉമ്മ പ്രസവിക്കുക. എത്ര ത്യാഗങ്ങളാ ഉമ്മ സഹിച്ചത്, എത്ര പ്രയാസങ്ങളാ സഹിച്ചത്. മരണത്തിനോട് മല്ലിടുന്ന വേദന സഹിച്ചുകൊണ്ടാവും നിന്നെ പ്രസവിക്കുമ്പോ, അതിന് വേണ്ടി ഒരുപാട് യാതനകളും പ്രയാസങ്ങളും നിന്നെ ഉപ്പ സഹിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെമ്മരിക്കക്കാരാ, ആ ഉപ്പയെ മറന്നു പോകല്ലേ, ഉമ്മയെ മറന്നു പോകല്ലേ. അവരോട് ഒരുപാട് കടപ്പാടുകൾ നമുക്കുണ്ട്, അവരോട് ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. ഉമ്മയെ മറക്കല്ല മോളെ, ആ ഉമ്മയെ കുറ്റപ്പെടുത്തല്ല മോള്, വാപ്പയെ ശകാരിക്കല്ല മോള്. എന്തെങ്കിലും കുറവ് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ കുടുംബമല്ലേ, വാപ്പയല്ലേ, ഉമ്മയല്ലേ, അവരുടെ പരിശുദ്ധമായ ജീവിതത്തിൽ നിനക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങളെ തന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സേവിക്കാനുള്ള ഭാഗ്യം തരുമ്പോ, ആ മാതാപിതാക്കളെ സേവിക്കാൻ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളെ അനുഭവിക്കാൻ ഏതെങ്കിലും ഒരു ചെമ്പരിക്കയിലുള്ള ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ കഴിഞ്ഞാൽ മോനെ, നിനക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഭാഗ്യമാ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപാട് പേരുടെ വാപ്പ മരിച്ചുപോയി, ഒരുപാട് പേരുടെ ഉമ്മമാർ മരിച്ചുപോയി. ആ പ്രിയപ്പെട്ട പലരും പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഉമ്മ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, എന്റെ വാപ്പയെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, ഞാൻ യതീമായി വളർന്നവനാ, കുഞ്ഞുകാലം തൊട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ സ്നേഹത്തിൽ ഞാൻ വളരണമെന്ന് ആഗ്രഹിച്ചിട്ട് അല്ലാഹു എനിക്ക് അവസരം തന്നിട്ടില്ല ഉസ്താദേ. ഉമ്മ ഉള്ളവർക്ക് ഉമ്മാന്റെ വില അറിയില്ല, വാപ്പ ഉള്ളവർക്ക് വാപ്പാന്റെ വില അറിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാ, ആകാശലോകത്തുള്ള മാലാഖമാർ ഭൂമിയില് നക്ഷത്രം പോലെ ദർശിക്കുന്ന ഒരു വീടുണ്ട്. ഏത് വീടാണെന്നറിയോ? നിന്റെ മാതാപിതാക്കളുള്ള വീടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളെ സേവിക്കാനും ആ മാതാപിതാക്കളെ ഖിദ്മത്തെടുക്കാനും ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വാരിപ്പുണയാനും ഓരോരുത്തരും തയ്യാറാവണേ. ആ മാതാപിതാക്കൾ ഇസ്സത്ത് മാത്രം നൽകുന്ന, അന്തസ്സ് മാത്രം നൽകുന്ന, ആ മാതാപിതാക്കൾക്ക് നല്ലത് മാത്രം പറയിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാൻ മനസ്സെടുക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാട് വൈകിപ്പോയി, അവസാനിപ്പിക്കുകയാണ്.